എല്ലാവരും എന്നോട് പൈസയാണ് സത്യം പറഞ്ഞാൽ ഭൂരിഭാഗം ആൾക്കാരും പൈസ ചോദിക്കും. ഞാൻ പറയും പൈസ തരുന്ന പരിപാടിയില്ല, സാധനങ്ങളെ വാങ്ങി. അങ്ങനെയാണ് പോളിസി. അതാണ് എൻ്റെ ഒരു പോളിസി. എന്നാണ് പൈസ ഒരു കാരണവശാൽ എനി കോസ്റ്റ് തരില്ല. ഞാനിപ്പോൾ നിങ്ങൾക്ക് 500 രൂപ തന്നു, എന്താണെന്ന് നിങ്ങൾ ചെയ്യുക? ഞങ്ങൾ വേറെ ആൾക്കും പോയിട്ട് 500 ചോദിക്കും. അതേസമയം ഞാനൊരു പെട്ടി വണ്ടി ഉണ്ടാക്കി കൊടുത്തു, സാർ ആലോചിച്ച് നോക്കുക, പിന്നെ ആ സ്ത്രീക്ക് വേറെ ആളെ മുന്നിൽ കഴിഞ്ഞിട്ടല്ല. ഞാനൊരു പശുക്കുട്ടിയെ കൊടുത്തു, അല്ലെങ്കിൽ ഞാൻ ആട്ടുകുട്ടീനെ കൊടുക്കുമ്പോൾ 2 ആട്ടുകുട്ടീനെ കൊടുത്തു സാർ, ഒരാണും പെണ്ണായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ 8 ആട്ടുകുട്ടിയായി. അല്ല, ഇത് നിങ്ങൾ അക്കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയായി പണമൊക്കെ? സാർ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി പറഞ്ഞിട്ടൊന്നുമില്ല. ഇല്ല, എനിക്ക് കിട്ടുന്ന അതാണ് മാസം കൊടുക്കും, എന്നിട്ട് അതിന്റെ ടാക്സും കൊണ്ടേ അടയ്ക്കും. കാറ് വിറ്റു കൊറോണ പീരീഡിൽ. ഇപ്പൊ കാറില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളെല്ലായിടത്തും എനിക്ക് വിഷമമൊന്നുമില്ല, ബസ്സിലും ഇതിലൊക്കെ തന്നെയാണ് പോകുന്നത്. ഞാൻ സന്തോഷം കൊണ്ടിട്ട് ആലോചിക്കുന്ന കാര്യം, ഈ വീട് ഓം ഫ്രീ എന്ന് പറയുമ്പോൾ ഒരു വീടാവില്ലല്ലോ സാർ, അതിന് സമയം വേണം. ഈ സമയം ഇവരെന്ത് ചെയ്യുന്നുള്ളതാണ് എൻ്റെ മനസ്സ്. സത്യം പറഞ്ഞാൽ അതാണ് ഞാൻ ഫുൾ ടൈം ഈ ദുരന്തം കഴിയുന്ന മുതലേ ഞാൻ അങ്ങനെ ആലോചിക്കുന്ന കാര്യം. കാരണം ഇപ്പോൾ ഇവിടെ ചില റെഡിമെയ്ഡ് നന്മമരങ്ങൾ ചിലപ്പോൾ അവിടെ പോയിട്ട് ബിരിയാണി കൊടുക്കുന്നുണ്ടാവും, ബീഫ് കൊടുക്കുന്നുണ്ടാവും, പൊറോട്ട കൊടുക്കുന്നുണ്ടാവും. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ വാർത്താ പ്രാധാന്യം ചാനലിൽ ഒന്നും അങ്ങോട്ട് ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ നമസ്കാരം, ഷൂട്ടർ സൈറ്റിലേക്ക് സ്വാഗതം. സമാന്തര നീക്കങ്ങളിലൂടെ മലയാള സിനിമാ രംഗത്ത് ശ്രദ്ധേയനായ സന്തോഷ് പണ്ഡിറ്റാണ് നമ്മുടെ അതിഥി. ഒട്ടേറെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന സന്തോഷ് വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിൽ നിന്നും മടങ്ങിയെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിലേക്ക് പോകുന്നു. നമസ്കാരം. നമസ്കാരം സന്തോഷ്, നിങ്ങൾ വയനാട്ടിലായിരുന്നു? അതെ അതെ. എന്താണ് വയനാട് സാർ? വയനാട് മാത്രമല്ല, വിലങ്ങാട് എന്ന സ്ഥലത്തും കുറെ കൂട്ടിയിട്ടുണ്ട്. അല്ല, ഈ ഇതുമായിട്ട് ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായി. കോഴിക്കോട് ഒരാളെ മരിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് അവിടെ അധികം പ്രാധാന്യം കിട്ടിയില്ല. പക്ഷെ ഞാൻ പറയുന്നു, വയനാടിനെ കുറിച്ച് എല്ലാവരും പറയുമ്പോൾ തീർച്ചയായിട്ടും വയനാടിന്റെ അത്രയും സംഭവിച്ചിട്ടില്ല. പക്ഷെ വിലങ്ങാടിനെ കുറിച്ച് കൂടി എല്ലാവരും സംസാരിക്കണം എന്ന് ഞാൻ പറയും. വിലങ്ങാട് എവിടെയായിട്ടാണ്? കോഴിക്കോട് ജില്ലയിലാണ് വിലങ്ങാട്. അവിടെ പോയിരുന്നു? 9 തവണ ഞാൻ പോയിട്ടുണ്ട്. 9 തവണ? അവിടെ 9 തവണ ഉരുൾ പൊട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പും പോയ സ്ഥലമാണ്. 9 തവണ ഉരുൾ പൊട്ടി. എപ്പോഴും ഈ വർഷം തന്നെ? ഈ പ്രാവശ്യം ഈ വയനാടിന്റെ കൂടെ തന്നെ അന്ന് സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് സംഭവിച്ചു? അവിടെ 2 പാലം തകർന്നു. ഇപ്പൊ ജനങ്ങൾ 3 കിലോമീറ്റർ നടന്നിട്ടാണ് പോകുന്നത്. പാലം തകർന്നു പറഞ്ഞാൽ സാർ, പുതുതായി ഉണ്ടാക്കിയ പാലമാണ് തകർന്നത്. അല്ല, ശക്തമായ ഉരുൾപൊട്ടലൊക്കെ വരുമ്പോൾ ഇത് പാലം പോട്ടെ. ഇതിന് മുമ്പ് ഒരു പഴയ പാലം ഉണ്ടായിരുന്നു, അതിങ്ങനെ റൗണ്ട് ചെയ്തിട്ടാണ് വന്നത്. ഞാൻ നേരെ പോയ അനുഭവം പറയുന്നത്. ആ പാലത്തിന്റെ എഡ്ജ് ഇവർ ഒഴിവാക്കിയിരുന്നില്ല. ഞാൻ നേരെ കണ്ടതാണ്. അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് അറിയില്ല. അത് അതിന്റെ എഞ്ചിനീയർ ആണല്ലോ പറയേണ്ടത്. അപ്പൊ ഈ വെള്ളം ഇങ്ങനെ കുത്തി ഒഴിച്ചു വന്നപ്പോൾ ഇത്രയും ഭാഗം പഴയ പാലമുണ്ട്, ഈ വെള്ളത്തിന് പോകാൻ ഈ ഒരു ചെറിയ ഗ്യാപ്പേ ഉള്ളൂ. ഈ ഗ്യാപ്പിലൂടെ ശക്തമായ ഉരുൾപൊട്ടൽ വന്നപ്പോൾ ഈ പുതിയ പാലത്തിനെ കൊണ്ട് ഇടിക്കുകയും പാലം തകർന്നു എന്നാണ് അത് കാണുമ്പോൾ തോന്നുന്നത്. കാരണം ഈ പഴയ പാലത്തിന്റെ എഡ്ജ് മാറ്റണമല്ലോ സാർ, എന്നാലല്ലേ ആ വെള്ളത്തിന് പോകാൻ പറ്റും. അത് മാറ്റാതെ വെച്ചവര്. വയനാടും എനിക്കിത് പോയപ്പോ വിലങ്ങാട് എന്നിട്ട് വേറെ എന്തൊക്കെ സംഭവിച്ചു അവിടെ? അപ്പൊ അവിടെ ഒരു 14ഓളം വീട് പോയി തകർന്നിട്ടുണ്ട്. ആരും അറിഞ്ഞില്ല. അതാണ് ഉണ്ടായിരുന്നത്. ഞാൻ നേരത്തെ എന്റെ കഴിവനുസരിച്ച് ചെറിയ പിന്നെ പരിമിതികളുണ്ടല്ലോ സാർ. അപ്പോൾ വേറെ ഒരു പാലം ഇതേപോലെ ഫുള്ള് തകർന്നു. കുറച്ച് അതായത് ഉള്ളോട്ടുള്ളൊരു കട്ട് റോഡിന്റെ സൈഡിൽ വരുന്നൊരു പാലമാണ്. അപ്പൊ അവര് ഒരു മുളയിലൊക്കെ വെച്ചിട്ട് ഒരു 2-3 മുള വെച്ചിട്ട് ഇങ്ങനെ പോന്നു. അപ്പൊ അവിടെ 45ഓളം കുടുംബങ്ങളാണ് കഷ്ടപ്പെടുന്നത്. കാരണം കുറച്ച് ദിവസം അവർ ശരിക്കും ബുദ്ധിമുട്ടി ഈ മുളയുടെ പാലം. കാരണം ഇനിയിപ്പോ ഒരു സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്ന് ഒരു എഗ്രിമെന്റ് വെച്ച് ഒരു പാലൊക്കെ ആയി വരുന്നവരെ അവിടുത്തെ ജനങ്ങൾക്ക് ഭക്ഷണ സാധനങ്ങൾ വാങ്ങട്ടെ സാർ, അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. അങ്ങോട്ട് പോകാൻ ഞാൻ ആ മുളയുടെ പാലത്തിലൂടെ അങ്ങോട്ട് പോയത്. അപ്പൊ എന്നോട് ആളുകൾ പറഞ്ഞു, സന്തോഷ് സാർ റിസ്ക് ആണ്. ഒന്നാമത് നല്ല ശക്തമായ ഉരുൾപൊട്ടൽ, കോൺക്രീറ്റിന്റെ അടിപൊളി പാലം തകർന്ന സ്ഥലമാണ്, അല്ല ചിന്തിക്കണം. അപ്പൊ ഞങ്ങളൊരു തട്ടിക്കൂട്ടി ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ഏത് സമയവും മലവെള്ളം വരാം. എനിക്ക് തോന്നുന്നു ഏതൊരു സമയത്ത് കലക്ടറിന് പോയ സമയത്ത് അവിടെ ഒരു പ്രാവശ്യം ഉരുൾ പൊട്ടിയിട്ടുണ്ട്. അതായത് സാർ, കാട്ടിലാണ് ഉരുൾ പൊട്ടുന്നത്, നമുക്ക് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് വെള്ളം വരും, നല്ല മഴയുണ്ട്. അപ്പോൾ സാറ് ഇവിടെ നിന്ന് മനസ്സിലാക്കിക്കുക അവിടെ ഉള്ളവർ ഇങ്ങോട്ട് വരുമെന്ന്. ഞാൻ പറഞ്ഞു അവരെ വിഷമവും ഞാൻ അറിയണ്ടേ. ഞാൻ പറഞ്ഞു ഒന്നില്ലെങ്കിൽ സന്തോഷം വേണ്ടിയിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ മതി. ദിവസം 4-5 പ്രാവശ്യം സ്കൂൾ കുട്ടികൾ അടക്കമുള്ളവർ ഈ പാലത്ത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അവർ ദിവസം അനുഭവിക്കുന്ന ഒരു സന്തോഷ് പണ്ഡിറ്റിന്റെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും അനുഭവിക്കാലോ പറഞ്ഞു. എന്നാൽ പിന്നെ ശ്രദ്ധിച്ചോന്ന് നാട്ടുകാരും പറഞ്ഞു, ഈ സൈഡിലുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ തന്നെ പോയി. ഇവിടെയല്ലേ അവരെ വിഷമം. ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്, നിങ്ങളൊരു തയ്യൽ മിഷൻ തകർന്നു എന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ തകർന്ന തയ്യൽ മിഷൻ കാണണ്ടേ സാർ? അങ്ങനെയല്ലേ? നിങ്ങൾ സാർ എൻ്റെ കട്ടിൽ പോയി കിടക്ക പോയി. എല്ലാവരും എന്നോട് പൈസയാണ് സത്യം പറഞ്ഞാൽ ഭൂരിഭാഗം ആൾക്കാരും പൈസ ചോദിക്കും. ഞാൻ പറയും പൈസ തരുന്ന പരിപാടിയില്ല, സാധനങ്ങളെ വാങ്ങി. അങ്ങനെയാണ് പോളിസി. അതാണ് എൻ്റെ ഒരു പോളിസി. എന്നാണ് പൈസ ഒരു കാരണവശാൽ എനി കോസ്റ്റ് തരില്ല. അപ്പോൾ അവർക്ക് വേറെ വഴിയില്ല. ശരി, അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പൈസ തന്നാൽ നിങ്ങൾ എന്താണ് വാങ്ങുന്നത്? അത് ഞാൻ വാങ്ങിത്തരാം, കഴിഞ്ഞല്ലോ, പൈസ തരില്ല അറിയും.
അപ്പോൾ അവർ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അവർക്ക് ബാഗായാലും ബുക്കായാലും സാർ ഒന്നോ രണ്ടോ കുട്ടികളല്ലോ. ഇപ്പം അവർ ആദിവാസി ഊരെന്നാ പറയാ അവരെ ഭാഗം. അപ്പോൾ ഈ ആദിവാസി ഊരിൽ പലപ്പോഴും 150 കുട്ടികൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ 150 കുട്ടികൾക്ക് നിങ്ങളിപ്പോൾ ഒരു 10 നോട്ട് ബുക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെ സാറിന് അറിയാം. നോട്ട് ബുക്ക് വാങ്ങുന്ന മനുഷ്യന്മാർ ഇത് കേൾക്കുന്നവർക്ക് അവർക്ക് മനസ്സിലാവും നോട്ട് ബുക്കിന്റെ വില എന്താണ്, ചെറുതല്ല. അപ്പോൾ നമ്മളിപ്പോൾ പുറമേ നോക്കുമ്പോൾ ഞാൻ ഒരു പ്രാവശ്യത്തെ അവരുടെ നോട്ട് ബുക്കും ബാഗും കുറച്ച് പൈസയൊക്കെ കൊടുത്തപ്പോൾ അതിന്റെ അടിയിൽ ഒരുത്തൻ എഴുതിയ കമന്റാണ്, നോട്ട് ബുക്കും ബാഗും കൊടുത്തതാണ് ഇത്ര വലിയ കാര്യം. അപ്പൊ ഞാൻ ചോദിച്ചു, ചേട്ടന്റെ വീട്ടിൽ കുട്ടികളുണ്ടോ? 10 നോട്ട് ബുക്കിന്റെ വില ഒന്ന് പറയൂ. കഴിഞ്ഞു. മറുപടിയില്ല. മറുപടിയില്ല. അല്ല സാർ, നമ്മൾ ഒരു കുട്ടിക്കല്ലല്ലോ കൊടുക്കുന്നത്, പുറമേന്ന് നോക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അവരെന്ത് പറഞ്ഞാൽ ഐ ഡോണ്ട് കെയർ, ഞാൻ എൻ്റെ പണിയെടുക്കുന്നു. അപ്പൊ ഞാനിപ്പോൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിലും പോയപ്പോൾ പലരും കട്ടിൽ കിടക്കുക. സത്യം പറഞ്ഞാൽ ഈ ഉരുൾപൊട്ടലോ പ്രളയമോ ഉണ്ടായി നമ്മൾ സ്ഥലത്ത് പോവുകയാണെങ്കിൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, അവർ ചോദിക്കാൻ സാധ്യതയുള്ള സാധനങ്ങൾ ഒന്ന് വെള്ളത്തിന്റെ ടാങ്ക് തകർന്നിട്ടുണ്ടാവും, ഉറപ്പാണല്ലോ. പുറത്ത് വയ്ക്കുന്ന സാധനം ഉരുൾപൊട്ടൽ തകർന്നിട്ടുണ്ടാവും. അപ്പോൾ അവർ വാട്ടർ ടാങ്ക് ചോദിക്കും, കട്ടിൽ കിടക്ക ചോദിക്കും. പിന്നെ ശക്തമായി വന്നിട്ട് നമ്മളെ വീട്ടിലെ അടുക്കള സാധനങ്ങളൊക്കെ ഇപ്പോൾ 2018 പ്രളയത്തിൽ ഇപ്രാവശ്യം സംഭവിച്ചു. ഇവിടെ ഇവരൊക്കെ അങ്ങനെയുണ്ട്. അപ്പോൾ അടുക്കള സാധനം ചോദിക്കും. കാരണം അടുക്കളയിൽ ഒന്നുമില്ല സാർ, കുറേ പേര് 5 കിലോ അരി തരുന്നുണ്ട് സാർ, അത് വെക്കാൻ എന്തെങ്കിലും കഞ്ഞിക്കലം വേണമല്ലോ എന്നാണ് സാധാരണ ടിപ്പിക്കലി വരിക. പിന്നെ ചിലർ ഡ്രസ്സ്, കാരണം മൊത്തം പോയവർക്കാണെങ്കിൽ പിന്നെ നമ്മൾ ഡ്രസ്സ് നിന്ന നിൽപ്പിലിരിക്കുകയായിരിക്കും. ഞാൻ കഴിയുന്നതും ഇങ്ങനെയാണ് ചെയ്യുക. പക്ഷേ ഇതിലുള്ള ഈ സാധനം മേടിച്ചോണ്ടാണ് പോകുന്നത്. അല്ല, ആദ്യം അപ്പോൾ 2 പ്രാവശ്യം പോകണം. ആദ്യം ഞാൻ അവിടെ പോയി ഒരു കട്ടിൽ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ ഇയാളുടെ തകർന്ന കട്ടിൽ എവിടെ ഞാൻ നോക്കും. അല്ലാതെ ഒരാൾ കട്ടിൽ എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അവിടെയാണ് ഞാൻ ഇപ്രാവശ്യം ബുദ്ധിമുട്ടിയത്. ഇതിന് മേലെ കൂടെ പോകണമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ആൾക്കാർ പറഞ്ഞു, സാർ റിസ്ക് ആണ് കേട്ടോ, ഞങ്ങളെ പേടിച്ചാ പോകുന്നത്. കാരണം എനിക്ക് നല്ല പേടിയുണ്ട്, ഞാനൊന്നും പുറത്ത് കാണിച്ചില്ല. ഞാൻ ഭയങ്കര സമ്പാദൊക്കെ പറഞ്ഞ് നടന്ന് അങ്ങോട്ട് പോയി. സാർ പറഞ്ഞോണ്ട് 2 പ്രാവശ്യം അങ്ങോട്ട് കൂടെ പോകണം, എന്നാലും അത് മതിയല്ലോ. അവിടെ പഠിക്കുന്ന ഒരു കുട്ടി എത്ര പ്രാവശ്യം നടക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ എന്നിട്ട് ഇത്തവണ വിലങ്ങാട് എന്തൊക്കെ ചെയ്തു? വിലങ്ങാട് സാർ ഞാൻ ബേസിക്സ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വലുതായിട്ട് സന്തോഷ്, സത്യം പറഞ്ഞാൽ കഴിഞ്ഞ 13 വർഷമായിട്ട് സന്തോഷ് പണ്ഡിറ്റ് വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയും. എല്ലാവർക്കും നമ്മൾ ബേസിക്സ് ആണ്. ഇപ്പോൾ ആത്മഹത്യയുടെ വക്ക് നൽകുന്ന സ്ത്രീകളാണെങ്കിൽ നമ്മൾ പെട്ടി വണ്ടിയോ അല്ലെങ്കിൽ പശുക്കുട്ടി, കോഴിക്കുട്ടി, ആട്ടുംകുട്ടി, കാരണം ആർക്കും പൈസ ഇല്ലല്ലോ. പിന്നെ അവരെന്താ ചോദിക്കുക, ഞാൻ പറയും ഞാനിപ്പോൾ നിങ്ങൾക്ക് 500 രൂപ തന്നു, എന്താ നിങ്ങൾ ചെയ്യുക? ഞങ്ങൾ വേറെ ആൾട്ടും പോയിട്ട് 500 ചോദിക്കും. അതേസമയം ഞാനൊരു പെട്ടി വണ്ടി ഉണ്ടാക്കി കൊടുത്തു, സാർ ആലോചിച്ച് നോക്കുക. പിന്നെ ആ സ്ത്രീക്ക് വേറെ ആളെ മുന്നിൽ കഴിഞ്ഞിട്ടുണ്ട, ശരിയല്ലേ ഞാൻ പറഞ്ഞു? ഞാനൊരു പശുക്കുട്ടിയെ കൊടുത്തു, അല്ലെങ്കിൽ ഞാൻ ആട്ടുംകുട്ടീനെ കൊടുക്കുമ്പോൾ 2 ആട്ടുംകുട്ടീനെ കൊടുക്കും സാർ. ഒരാണും പെണ്ണായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ 8 ആട്ടുംകുട്ടിയായി. കുറച്ചുകൂടി പ്രാക്ടിക്കൽ അതല്ലേ? ഇങ്ങനെ ഈ 13 കൊല്ലമായിട്ട് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഈ രീതിയാണ് എനിക്ക് കിട്ടുന്നതിന്റെ നല്ലൊരു ശതമാനവും ഞാൻ എപ്പോഴും ചെയ്തു കഴിഞ്ഞാൽ പൈസ ആയിട്ട് കൊടുക്കാതെ ഒന്നുകിൽ കുട്ടികളെ പഠിപ്പിക്കുക. അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾ 2015 പഠിപ്പിക്കുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് 1 വർഷം കൊണ്ടൊക്കെ പരിപാടി നിൽക്കും. കാരണം ആദ്യ സിനിമ ഇറ്റാച്ചിട്ട് ഇനി ഇറ്റാണെന്നുണ്ടോ എന്നൊക്കെ ആലോചിച്ചു. പക്ഷേ ദൈവാധീനം കൊണ്ട് ഇന്ന് വരെ എനിക്കത് ആ ഫ്ലോ നിലനിർത്താൻ പറ്റുന്നുണ്ട്. അല്ല, ഇത് നിങ്ങൾ അക്കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയായി പണമൊക്കെ? സാർ, ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയും തുടങ്ങിയിട്ടൊന്നുമില്ല. ഇല്ല. എനിക്ക് കിട്ടുന്ന അതാത് മാസം കൊടുക്കും, എന്നിട്ട് അതിന്റെ ടാക്സും കൊണ്ടേ അടയ്ക്കും. അടയ്ക്കണം, കാരണം ചെലവായിട്ടാണത് കാണുന്നത്. എന്നോട് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തൊരു മനുഷ്യ ചോദിച്ചു. എന്നോട് പറഞ്ഞു മടുത്തു. വേണമെങ്കിൽ ഒരു മനുഷ്യ അവന് 3 ആളെ ചേർന്നിട്ട് ഒരു ട്രസ്റ്റ് തുടങ്ങി, എന്നാൽ ഈ പൈസയ്ക്ക് ഒരു ടാക്സ് എങ്കിലും കൊടുക്കാണ്ട കഴിയില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ് ശരിയാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ഏത് അക്കൗണ്ടിൽ 5 പൈസ ഇല്ല. പിന്നെ മുമ്പ് കാറുണ്ടായിരുന്നു, ഇപ്പോൾ കാറില്ല. എന്നോട് അല്ല, ഈ കാർ അവിടെ പോയി കാരണം ഇയാൾക്ക് മാത്രമേ എൻ്റെ വിഷമം അറിയുള്ളൂ. ഞാൻ വിഷമല്ല, അവസ്ഥ അറിയുന്നു. അപ്പോൾ ഞാൻ സാർ, അത് കൊറോണ പീരീഡിൽ ഇങ്ങനെ കൂടുതൽ പലതും കൊടുക്കേണ്ടി വന്നു, എനിക്ക് വരുമാനം ഇല്ലാതായി. അപ്പോൾ ഞാൻ കാറ് വിറ്റു കൊടുത്തു. ഇതെല്ലാം കേൾക്കുമ്പോൾ ഈ സൈഡിൽ നമ്മളെ ബാങ്ക്, ഇപ്പം വേറെ ആളെ കാര്യം പോട്ടെ, അയാളുടെ മുന്നിൽ എനിക്ക് കിട്ടുന്ന പൈസ മുഴുവനുണ്ടോ എല്ലാവരും അക്കൗണ്ട് ത്രൂ തരുന്നു. ഈ മനുഷ്യനാണ് ഇവിടെ നമ്മളോട് പറയുന്നത് ഞാൻ കാറ് വിറ്റു, വേറെ കാറ് വിറ്റു കൊറോണ പീരീഡിൽ. ഇപ്പൊ കാറില്ല. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളെല്ലായിടത്തും, എനിക്ക് വിഷമമൊന്നുമില്ല, ബസ്സിലും ഇതിലൊക്കെ തന്നെയാണ് പോകുന്നത്. KSRTC അല്ലെങ്കിൽ ട്രെയിന്. അപ്പം ഞാനിപ്പോൾ പ്രാവശ്യം വരുമ്പോൾ എല്ലാവരും ചോദിക്കും, നിങ്ങളെന്താ സെക്കൻഡ് ക്ലാസ് യാത്രയൊക്കെ നടത്തും? സാറിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞ 3rd ക്ലാസ് ഇല്ല ട്രെയിനിൽ, അല്ലെങ്കിൽ 3rd ക്ലാസ്. അപ്പൊ ആളുകൾ ഇങ്ങനെ ചോദിക്കും, നിങ്ങളിങ്ങനെ KSRTC പോകില്ലേ? കാർ വിൽക്കേണ്ടി വന്നത് എന്തുകൊണ്ടായിരുന്നു? നമുക്ക് ആ സമയത്ത് കൊറോണ പീരീഡിൽ സാധാരണ നമ്മളെ ജീവിതം മുന്നോട്ട് പോകുന്ന ഇനോഗ്രേഷൻ, അല്ലെങ്കിൽ നമുക്കുള്ള ഓൺലൈൻ അല്ലെങ്കിൽ ചാനലിൻ്റെ ഇൻ്റർവ്യൂസ് വരും. അതും അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ആളുകൾ കാണുമ്പോൾ, നമ്മുടെ സിനിമേൻ്റെ ഒക്കെ വീഡിയോസ് കാണുമ്പോൾ സിനിമയിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ്. പക്ഷേ ഈ കൊറോണ പീരീഡിൽ സാറിനറിയാം, ആരും പുതുതായിട്ട് ഷോപ്പോ അല്ല പുറത്തേ ഇറങ്ങുന്നില്ലല്ലോ. അപ്പം നമുക്ക് ഈ ചാനൽ പ്രോഗ്രാമും ഇല്ലാതെ ഈ ഇനോഗ്രേഷനും ഇല്ലാതെ എനിക്ക് ഓൺലി എൻ്റെ വീഡിയോയിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രമേ, ആ വീഡിയോയിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രം വെച്ച്, അതേസമയം വരുന്നത് നേരെ ഡബിളോ ത്രിബിളോ ആയി. അതിന് സന്തോഷമായിട്ട് ഇപ്പം എല്ലാം ഓൺലൈനാക്കി,
മൊബൈൽ തരുമോ, അല്ലെങ്കിൽ എനിക്ക് ചില ഈ സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരും ടീച്ചേഴ്സായിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പോൾ അവർ സന്തോഷ് സാറേ 6 മൊബൈൽ, അന്നൊക്കെ ആണെങ്കിൽ 6 ടി വി. ഞാൻ സത്യം പറഞ്ഞ ആരോടും അവരുടെ ജാതി, മതം, രാഷ്ട്രീയം, പാൻ കാർഡും ആധാർ കാർഡായിട്ട് ലിങ്ക് ആയിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കില്ല. ഞാൻ ഒരു ചോദ്യം ഒരു ഉത്തരം, അയാൾ ഇതിന് അർഹനാണോ ഉറപ്പിച്ച് പറയണം. ഞാൻ ആ മാഷായിക്കോട്ടെ, വാർഡ് മെമ്പർ ആയിക്കോട്ടെ, എക്സ് ഓർ വൈ. അപ്പം നമ്മൾ മൊബൈൽ കൊടുക്കുമ്പോഴാണ് മോൻ്റെ പേരെന്താ, അല്ലെങ്കിൽ മോളെ അല്ലെ ഞാൻ ലാപ്ടോപ്പ് കൊടുക്കുമ്പോഴാണ് ഞാൻ ആ കുട്ടിയോട് ചോദിക്കുന്നത്. കാരണം ഈ കുട്ടിക്ക് ഒരു ലാപ്ടോപ്പ് വേണം എന്ന് പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ ചിലപ്പോൾ വേറൊരാളായിരിക്കും, അല്ലെങ്കിൽ ആ കുട്ടിയെ പഠിപ്പിക്കുന്ന മാഷോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരാളായിരിക്കും. പിന്നെ ചില ആളുകൾ എൻ്റെ ഫേസ്ബുക്കിൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. ഞാൻ എല്ലാം എഴുതി വെക്കാറുണ്ട്, ടിക്ക് ചെയ്ത് പോലെ. ഇപ്പോൾ ഈ മെസ്സഞ്ചർ എല്ലാം നോക്കും, മെസ്സഞ്ചർ കറക്റ്റ് നോക്കും, പിന്നെ മാക്സിമം എല്ലാവർക്കും മറുപടിയും കൊടുക്കും. കാരണം അല്ല അതിനൊക്കെ സമയം കണ്ടെത്തും ഇതിനിടെ കിട്ടും. ഇടയിലൂടെ എല്ലാം നടക്കും സാർ. ഇത് എന്നും ഞാൻ ഇപ്പം ഇങ്ങോട്ട് വരുമ്പോൾ പോലും ഞാൻ എപ്പോഴും ഈ സെക്കൻഡ് ക്ലാസ് യാത്ര കൊണ്ട് നല്ല ഫുള്ള് തിരക്കാണ് ട്രെയിനിലൊക്കെ. ചില സമയത്ത് ബസ്സിലൊക്കെയാണ് ഞാൻ നിന്നുകൊണ്ടി വരും. കാരണം നമുക്കിപ്പോൾ പെട്ടെന്ന് പോകണം. അധികം തൃശ്ശൂർ, എറണാകുളം എന്നൊക്കെ പറയുമ്പോൾ KSRTC പോകുമ്പോൾ നല്ല ഫുള്ളായിരിക്കും. അപ്പം എന്നോട് ഒരു സാർ ഇത് ബസ് പോയിക്കോട്ടെ 5 മിനിറ്റിന് ശേഷം അടുത്ത ദിവസം. ഞാൻ പറയും എനിക്ക് ഈ 5 മിനിറ്റ് ഇല്ല, ഈ 5 or 10 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്യണ്ട, സാരമില്ല നിൽക്കാം, സീറ്റ് കിട്ടൂല കേട്ടോ, ആലുവ വരെ ടിക്കറ്റ് കുഴപ്പമില്ലായിട്ട്. കാരണം ഓരോ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴും എന്ത് ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ പണ്ഡിറ്റ് നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവൻ വീഡിയോ തുടങ്ങും. അതിൻ്റെ ഇടയിൽ കൂടി ആൾക്കാർ എനിക്ക് നിന്ന് പോകുന്നതിനെക്കാട്ടിലുള്ള ഒരു ഗതികേട് എന്താ വെച്ചാൽ എനിക്ക് ആളുകളെ ബോധ്യപ്പെടുത്തി ചേട്ടൻ എന്തുകൊണ്ട് നിൽക്കുന്നു നടക്കുന്നു. വാട്ട് എവർ, എൻഡ് ഓഫ് ദ ഡേ ഞാൻ എന്താണോ വിചാരിച്ചത് അതിൽ എനിക്ക് എത്താൻ പറ്റുന്നത്. എന്നിട്ട് ഈ വയനാട് എന്നാ ചെന്നത് ദുരന്തം കഴിഞ്ഞിട്ട്? വയനാട് ശരിക്കും അതിൻ്റെ വെരി ഡേ തന്നെ ഈ പറയുന്ന മുണ്ടക്കൈ, ചൂരന്മല, മേപ്പാടി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ സ്ഥിരം സ്ഥലം നോക്കിയാൽ 2011 മുതലേ നമ്മൾ പല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ആ ഏരിയത്തിലുള്ള ആളുകളെ ഞാൻ വിളിച്ചു. ഫസ്റ്റ് നമ്മൾ എടാ നീ സേഫ് ആണോ, നിങ്ങൾ സേഫ് ആണോ എന്നുള്ളതാണല്ലോ നമ്മൾ ഫസ്റ്റ് അറിയേണ്ടത്. അപ്പോൾ അവർ പറഞ്ഞു കുറേ പേരൊക്കെ ഓക്കെയാണ് സാർ, പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ആൾ മരിച്ചു, അങ്ങനെ സംശയം പറഞ്ഞു. ചില ആളുകളെ എനിക്ക് വിളിച്ചു കിട്ടുന്നില്ല. അപ്പം നമുക്ക് ടെൻഷനായി, ഈശ്വരാ അവരെന്ത് പറ്റിയെന്നാണ്. അപ്പം നമുക്ക് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇങ്ങനെ ഒരു ദുരന്തം വരുമ്പോൾ ഇത്തിരി നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന അധികം പോകാതിരിക്കുന്നതല്ല. കാരണം മിലിറ്ററി ആയാലും ബാക്കിയുള്ളവർ വന്നിട്ട് ഡെഡ് ബോഡി എടുക്കലും കൊടുക്കലും, അവർ ആംബുലൻസ് എടുക്കുമ്പോൾ നമ്മളിതിനുള്ളിൽ കൂടെ പോയിട്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ദിവസവും അവരെ വിളിച്ചുകൊണ്ടിരുന്നു. സാർ എപ്പോഴാണ് വരുന്നത്, ഞാൻ വരാം, അവിടുത്തെ ആ തിരക്കൊന്ന് കഴിയട്ടെ. അങ്ങനെ 3-4 ദിവസത്തിന് ശേഷം പിന്നെ ഞാൻ ചെല്ലുകയാണ്. അപ്പോൾ ആൾക്കാർ പറഞ്ഞു സന്തോഷ് സാറേ നിങ്ങളൊന്നും കയറ്റൂല കേട്ടോ, പാസ് വേണം സംതിങ്. ഞാൻ നോക്കാം. പക്ഷേ നമുക്ക് ഈ ആളുകളുമായി നേർക്ക് നേർ ബന്ധമുണ്ട്. എനിക്ക് ക്യാമ്പിലൊന്നും അധികം ആളുകളെ, കാരണം അവർ ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ക്യാമ്പിലൊന്നും അധികം ആളുകളെ കയറ്റിയിട്ടില്ല. പിന്നെ നിങ്ങളിപ്പോൾ സാധനം കൊണ്ട് പോവുകയാണെങ്കിൽ സാധനം അവിടെ വെച്ചോളൂ, ഞങ്ങൾ കൊടുത്തോളാം എന്ന രീതിയായിരുന്നു. ഓക്കെ, അത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ ആളുകൾ ഇങ്ങനെ കയറി നിറഞ്ഞ എന്നൊരു ബുദ്ധിമുട്ടുണ്ടാവാം, അതായിരിക്കാം കാരണം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ആളുകൾക്ക് എന്നെ നേരിട്ട് പരിചയമുണ്ട്. അവരെന്നെ സ്ട്രെയിറ്റ് വിളിക്കും, സന്തോഷ് സാറേ ഞങ്ങളെ വീട്ടിൽ പോലും ഞങ്ങളെ കയറ്റുന്നില്ല, അല്ലെങ്കിൽ അവിടെ വീണ്ടും ഉരുൾപൊട്ടലുണ്ടാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് കയറ്റാത്തത്. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുക സാർ, ഞങ്ങൾ വാടക കൂടെ എടുത്തിട്ടുണ്ട്, അപ്പോൾ എന്താ വേണ്ടത്? അപ്പോഴാണ് ഈ പറയുന്ന കട്ടിലും കിടക്കുക, കാരണം എല്ലാം പോയവൻ സ്വാഭാവികമായിട്ടും ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൽ എനിക്ക് പരിചയമുള്ള ആളുകളെ മാത്രമേ എനിക്ക് ഇപ്പം നിലവിൽ കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അതിൽ ഇല്ലാത്ത കുറേ പേരുണ്ട്. അപ്പോൾ ഇത് കഴിയലും നേരെ വയനാട്ടിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെ 2ാം ഘട്ടം ചെയ്യണം. പക്ഷേ എനിക്കിനി എൻ്റെ ക്യാമ്പിലെല്ലാം പോയോ സാർ? ക്യാമ്പിൽ പോയെങ്കിൽ ഉള്ളോട്ട് കയറാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ തവണയും ഇല്ല, എവിടെയും എനിക്ക് ക്യാമ്പിന്റെ ഉള്ളിലേക്ക് ഞാൻ കയറിയിട്ടില്ല. അല്ലെ ദുരന്തം നടന്ന സ്ഥലത്ത് പോയില്ല? അല്ല, ആ ഏരിയയിൽ പോയി. ഞാൻ പറഞ്ഞത് ക്യാമ്പ് എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. ചൂരൽമലയിൽ പോയോ സാർ? ചൂരൽമലയിൽ പോയി, പക്ഷേ ക്യാമ്പ് നടക്കുന്നത് മേപ്പാടിയാണ്. അല്ല, ആ ക്യാമ്പിന്റെ ഉള്ളിലേക്ക് അല്ല, ചൂരൽമലയിലും മുണ്ടക്കയിലും പോയോ? ആ സൈഡിൽ പോയി. ആ അപകടം, ദുരന്തം, അതിന്റെ വിശദാംശങ്ങൾ മുഴുവൻ കണ്ടു. അവിടുത്തെ മാത്രമല്ല, അവിടുത്തെ ജനങ്ങളുമായിട്ടും സംസാരിച്ചു. അവരൊക്കെ ഇങ്ങനെ ഏട്ടൻ്റെ കിട്ടുമോ അല്ല അങ്ങനെയുള്ള അവരെ ബന്ധുക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ വീണ് കിടക്കുന്ന. പിന്നെ ആ സ്കൂളൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ ആ മൊബൈലെല്ലാം കാണുമ്പോൾ നമുക്ക് നല്ലൊരു സ്കൂള്, പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും തോന്നുക ഒരു ഊട്ടിയിലോ കൊടൈക്കനാലിലോ ഒക്കെ ഉള്ള ഒരു സ്കൂള് പോലെ. കാരണം അത്രയ്ക്ക് മനോഹരമായ ഞാൻ ഇപ്പോൾ ഒരു ദുരന്തം കഴിഞ്ഞിട്ട് പോലും നമുക്ക് ആ ഏരിയ അത്രയും മനോഹരമാണ്. അപ്പൊ അതിന് മുമ്പ് പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ട് സാർ, ചൂരൽമല പോയിട്ടുണ്ട്. പക്ഷേ ഈ മുണ്ടക്കൈ എന്ന് പറഞ്ഞ സ്ഥലത്ത് അത് ഞാൻ പോയിട്ടുണ്ടോ എന്ന് എനിക്ക് എത്ര ഓർമ്മ. ചൂരൽമല പോയിട്ടുണ്ട്, ആ ഏരിയ പോയതാണ്. പിന്നെ ഞാൻ ശരിക്കും ഒരു സോങ് ഒക്കെ ആ ഏരിയയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇനി കണ്ടിട്ട് ഞാൻ 2012 വയനാട്ടിൽ വെച്ചൊരു സോങ് ചെയ്തപ്പോൾ അത് എവിടെയൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അത് എവിടെയാണ്? മേപ്പാടി കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചൂരൽമല മുണ്ടക്കൈ പോയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മേപ്പാടി ചെയ്യാൻ കാര്യം, ഞാൻ വയനാട് എനിക്ക് എൻ്റെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്.
പക്ഷെ അതില് ഈ പറയുന്ന പർട്ടിക്കുലർ സ്ഥലം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മ. ഇവിടെ എന്ത് ചെയ്തു നിങ്ങൾ ഇവിടെ പോയിട്ട്? ഈ വയനാടുകാർക്ക് എന്ത് കൊടുത്തു? വയനാട്ടിലും ഞാൻ അവർക്ക് സാധനങ്ങൾ തന്നെയാണ് സാർ വാങ്ങിക്കുന്നത്. അങ്ങനെ വിചാരിക്കും. അല്ല അവിടെ എങ്ങനെ സാധനങ്ങളൊക്കെ സ്കൂളുകൾ അല്ല, അതാണ് സാർ. സാർ, ഞാൻ ആ സാധനമല്ല പറയുന്നത്, ക്യാമ്പിലേക്കുള്ളതല്ല. സാർ, ഞാൻ ആലോചിക്കുന്നത് ഇപ്പോ ക്യാമ്പിൽ സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം സാധനങ്ങൾ ഉണ്ടെന്ന് ഞാൻ ചോദിച്ചിരുന്നു, എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒരു ആവശ്യമില്ല, കാര്യങ്ങളെല്ലാം ഓക്കെ എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. ശരിയുമാണ്, ശരിയാകാം. പക്ഷേ ഇത് കഴിഞ്ഞു, ഇവിടെ ചിലർ 100 വീട് കൊടുക്കുക, 50 വീട് കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ശരി, അത് ഇനി കയ്യടിക്ക് വേണ്ടി പറയുന്നതാണോ ഒറിജിനലാണോ എനിക്കറിയില്ല. ഇപ്പൊ നിലവിൽ കൊടുക്കാന്ന് പറഞ്ഞ വീടിന്റെ എണ്ണം ഒന്ന് കൂട്ടുകയാണെങ്കിൽ ഇപ്പൊ തന്നെ 1000 കിട്ടും. അതെ അല്ല, അതെ ആകെ 400 വീട് മതി. അല്ല, അതെ. പോട്ടെ, 500 കൂട്ടും. 500 കൂട്ടുക. അപ്പോ ഇവരെല്ലാം കൊടുക്കുമെന്നും കോളേജ് കൊടുക്കാന്ന് പറഞ്ഞ ആള് കോളേജ് 1000 കടന്നു. കടന്നു. അപ്പോ കോളേജ് ചെയ്യാന്ന് പറഞ്ഞവരും സ്കൂൾ ചെയ്യാന്ന് പറഞ്ഞവരൊക്കെ ചെയ്യുമെന്ന് സങ്കല്പിക്കാം. പക്ഷേ ഈ ക്യാമ്പിൽ നിന്ന് ആളുകൾ ഇറക്കുകയും, ഞാൻ സന്തോഷം കൊണ്ടിട്ട് ആലോചിക്കുന്ന കാര്യം, ഈ വീട് ഓം ക്ലീൻ എന്ന് പറയുമ്പോൾ ഒരു വീടാവില്ലല്ലോ സാർ, അതിന് സമയം വേണം. ഈ സമയം ഇവരെന്ത് ചെയ്യുന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ. സത്യം പറഞ്ഞാൽ അതാണ് ഞാൻ ഫുൾ ടൈം ഈ ദുരന്തം കഴിയുന്ന മുതലേ ഞാൻ അങ്ങനെ ആലോചിക്കുന്ന കാര്യമാണ്. കാരണം ഇപ്പോൾ ഇവിടെ ചില റെഡിമെയ്ഡ് നന്മമരങ്ങൾ ചിലപ്പോൾ അവിടെ പോയിട്ട് ബിരിയാണി കൊടുക്കുന്നുണ്ടാവും, ബീഫ് കൊടുക്കുന്നുണ്ടാവും, പൊറോട്ട കൊടുക്കുന്നുണ്ടാവും. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതിന്റെ വാർത്താ പ്രാധാന്യം ചാനൽ ഒന്നങ്ങോട്ട് ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ, അല്ലേ, അർജുൻ്റെ ആ കേസൊക്കെ വരുമ്പോൾ ഫുൾ ടൈം അവരത് കർണാടകയൊക്കെ കാണിച്ചു, നല്ല കാര്യമാണ്. പക്ഷേ വയനാട് വന്നോടെ പിന്നെ അത് ഓർമ്മയില്ല. അപ്പം അതിനെക്കുറിച്ചൊന്നും ഒരു ന്യൂസ് കാര്യമായിട്ട് കാണില്ല. ഇതേപോലെ ഇനി നാളെ ഏതെങ്കിലും ഭർത്താവ് ഭാര്യയെ തല്ലിക്കൊന്നു, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ കൊന്നു എന്നുള്ളൊരു ന്യൂസ് വന്നു സങ്കല്പിക്കുക. പിന്നെ വയനാടൊന്നും ആർക്കും ഓർമ്മയുണ്ടാവില്ല. ഭാര്യ ചെയ്തത് ശരിയാണോ, ഭർത്താവ് ചെയ്തത് ശരിയാണോ എന്ന് വെച്ചിട്ടുള്ള അതിന്റെ ചർച്ചയായിരിക്കും വരിക. പക്ഷെ ഇവിടെ വീടും കുടുംബക്കാരെയും സമ്പാദ്യം നഷ്ടപ്പെട്ടവന് അങ്ങനെ ചിന്തിക്കാൻ പറ്റൂല. സോ ഇവർ ഒരു വാടക വീട് എടുത്ത് സ്വന്തമായ വീട് സർക്കാരോ ഏതെങ്കിലും ഒരു വ്യക്തി കൊടുക്കുന്നവരെ ഇവരുടെ ജീവിതം എന്തെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം എപ്പോഴും വരുമ്പോൾ ഞാൻ പലട്ടും പറയാം, കിട്ടുന്ന ഒരുവിധം സാർ തീരെ ചെറിയ വീട്, നമ്മൾ എന്തിനാ ചെറുതോ വലുതോ നോക്ക്, ഒരു വീട്, കാരണം വാടക വീടെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സാധനം കൊടുക്കാൻ പറ്റും. അപ്പൊ പിന്നെ ഇവിടെ ഈ ക്യാമ്പിൽ പോയപ്പോൾ എനിക്ക് മനസ്സിലായ വേറൊരു കാര്യം, അവിടുത്തെ പ്രിൻസിപ്പൾമാർ അവരായിട്ടൊക്കെ ചെറുതായിട്ട് സംസാരിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ സ്കൂൾ ഒന്ന് ഫംഗ്ഷനിങ് ചെയ്യണം, ഞങ്ങൾക്ക് ഈ കോളേജ് ഫംഗ്ഷനിങ് ചെയ്യണം. ഈ ക്യാമ്പ് എന്ന് അവസാനിക്കുന്നു വെച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നില്ല. അതെ. കാരണം ഇപ്പൊ അച്ഛനമ്മയും നഷ്ടപ്പെട്ട ഒരു കുട്ടി ഉണ്ട് വിചാരിക്കാം, മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കാം, ഞങ്ങളിവിടെ ക്യാമ്പ് തീർന്നു എങ്ങനെ പറയും. പക്ഷെ ഈ കുട്ടിയെ വെച്ചുകൊണ്ട് ഇവിടെ സ്കൂൾ എങ്ങനെ ഫംഗ്ഷനിങ് ആവും? ഇതൊരു പ്രശ്നമാണ്. അപ്പോൾ ഈ ക്യാമ്പ് എത്രയും പെട്ടെന്ന് ഇവിടെ അവസാനിപ്പിച്ചേ പറ്റൂ. എൻ്റെ മനസ്സിലുള്ളത്, സപ്പോസ് ഞാനാണ് ഇവിടുത്തെ ഒരു കേരളത്തിലെ ഭരണാധികാരി ആണെങ്കിൽ ഒരു 7 ലക്ഷം രൂപ ഒരു എവറേജാണ് ഞാൻ പറയുന്നത്. ആ ഏരിയയിലൊക്കെ ഞാൻ സെന്റിന്റെ വിലയൊക്കെ ചോദിച്ചു. അപ്പോൾ 1 ലക്ഷം രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ 1 സെന്റ് കിട്ടും. ഒരു 7 ലക്ഷം രൂപ നമ്മൾ അവരുടെ ആളുകളോട് തന്നെ പറയാം, എടാ നിനക്ക് ഇഷ്ടമുള്ള സ്ഥലം നീ തിരഞ്ഞെടുത്തോ, നടക്കുന്ന കാര്യം. കാരണം ഇനി ചൂരൻ മലയും മുണ്ടക്കൈയൊന്നും ഒന്നും നടക്കൂല, അതൊക്കെ റിസ്ട്രിക്റ്റഡ് ഏരിയ ആക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു 7 ലക്ഷത്തിന് ഇവർ തന്നെ ഒരു സ്ഥലം കണ്ടെത്തുന്നു. ഇനി സർക്കാർ കണ്ടെത്തി ഞങ്ങൾക്ക് എന്തോ സ്ഥലം തന്നു എന്ന് പറയേണ്ടല്ലോ. ഒരു 20 ലക്ഷം രൂപ മുടക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കുഴപ്പമില്ലാത്ത വീടുണ്ടാക്കാം സാർ. ശരിയല്ലേ ഞാൻ പറഞ്ഞു? അത്യാവശ്യം ഒരു അച്ഛനും അമ്മയ്ക്കും 10 പോരാ, 10 നിർത്താം. ഞാൻ പറയുന്നത് കുറച്ചും കൂടെ ഒരു നല്ലതൊക്കെ ആണെങ്കിൽ 20 ലക്ഷം തന്നെ വിചാരിച്ചോ. 20 ലക്ഷം അതും വന്നു, 7 ലക്ഷം ഇതും വന്നു. 1 ലക്ഷം രൂപ ഇവരുടെ വാടക ഇനത്തിൽ സർക്കാർ എത്രയും പെട്ടെന്ന് കൊടുക്കുക. ഞാൻ പറഞ്ഞു, ഇപ്പൊ ഇവരിപ്പോ എന്തുകൊണ്ടാണ് ചെറിയപ്പത്തിന് ഞാൻ വിളിക്കുമ്പോൾ സന്തോഷ് സാറേ അവര് 4000 ചോദിക്കുന്നു. അപ്പൊ ആ പൈസ ആരും ഇവർക്ക് കൊടുക്കാനില്ലാത്തതുകൊണ്ടല്ലേ സാർ ഈ ബുദ്ധിമുട്ടുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഒരു 8000 രൂപ വെച്ചിട്ട് ഒരു കുടുംബത്തിന് എൻ്റെ എവറേജ് പറയാണ് എങ്കിൽ തന്നെ 96,000 രൂപയാണ് ഒരു വർഷത്തിന് വരിക. ഒരു വർഷം കൊണ്ട് ഇവിടെ വീടാവും സങ്കല്പിക്കുക, 20 ലക്ഷത്തിന്റെ വീട്. ശരി, ഇപ്പൊ ഇത്ര വരെ കൂട്ടുകയാണെങ്കിൽ തന്നെ 29 ലക്ഷം, സോറി 28 ലക്ഷം. 2 ലക്ഷം രൂപ നമ്മൾ അവർക്ക് വീട്ടു സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു. വെറുതെ ഒരു റെഡിമെയ്ഡ് സ്വപ്നത്തിൽ. സാർ 30 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു കുടുംബമായി. 500 കുടുംബമാണ് അവിടെ ബുദ്ധിമുട്ടുന്നതെങ്കിൽ സാർ 30 ലക്ഷം ഇൻറ്റു 500 കുടിച്ചു നോക്കും. അതായത് 3 കോടി 30 കോടി 30 കോടി ഉണ്ടെങ്കിൽ 100 വീടായി. അപ്പോൾ 500 വീടിന് 150 കോടി രൂപ ഇന്ന് സർക്കാരിന്റെ കയ്യിലുണ്ടെങ്കിൽ 20 ലക്ഷത്തിന് സാർ പറഞ്ഞു നല്ലൊരു വീട് ഉണ്ടാക്കി കൊടുക്കാം, അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം. 2 ലക്ഷത്തിന്റെ സാധനം വാങ്ങിച്ചു കൊടുക്കാന്ന് പറയാം, പൈസ കൊടുക്കണ്ട, പിന്നെ പുട്ടടിക്കണ്ട. പ്ലസ് ഇനിയിപ്പോൾ അവിടെ കുറെ ഷോപ്പുകൾ പോയിട്ടുണ്ട്. നമ്മുടെ ഷോപ്പിനെ കുറിച്ച് അധികം ചർച്ചകൾ ഉണ്ടായിട്ടില്ല. ഷോപ്പ് കുറെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത് ആ ഷോപ്പ് കൂടെ കൂട്ടുന്നു, അല്ലെങ്കിൽ അവിടുത്തെ സ്കൂളോ ഇനി വേറെ മറ്റുള്ളവർ ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല എന്ന് വെച്ചാൽ അവർ ചെയ്യും. എല്ലാം കൂടി 200 കോടി അല്ല, ഒരു 50 കോടി ഞാൻ പറയുന്നത്. ബാക്കി ഇനി സർക്കാർ തന്നെ, ആരെ പൈസയും ഞങ്ങൾക്ക് വേണ്ട, കാര്യം അവതാരം വേണ്ട സർക്കാർ പറയുകയും സർക്കാർ തന്നെ ഒരു സ്കൂളും ഒരു കോളേജ് എല്ലാം ഉണ്ടാക്കിയാൽ 200 കോടി രൂപയുടെ ചെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യം 500 കുടുംബത്തിന്
മാക്സിമം 500 കുടുംബമാണ്. അവർ ആഗ്രഹിക്കുന്ന അല്ല അവർ ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് തന്നെ അവർക്ക് കിട്ടുകയും ചെയ്തു. ഈ പ്രശ്നം സോൾവ് ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കറക്റ്റാ. അല്ല ഞാൻ ലോജിക്കലിയാണ് ഞാൻ പറയുന്നത്. അതിന് എല്ലാരും തയ്യാറുവാ. സർക്കാർ എല്ലാരും- ഇപ്പം ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കിട്ടണം നിർബന്ധമൊന്നുമില്ല, എല്ലാരും കൊടുക്കും. yes. ഇപ്പം എനിക്ക് തോന്നുന്നത് മുസ്ലിം ലീഗ് തന്നെ ഇപ്പൊ 10 കോടി രൂപയാണ് കളക്ട് ചെയ്തു. Correct ചെയ്തിട്ടുണ്ട്. സർക്കാരിന് 50 കോടി കഴിഞ്ഞു. കഴിഞ്ഞു. പിന്നെ എല്ലാരും വീട് വെക്കാന്ന് പറഞ്ഞല്ലോ, അവരോടെല്ലാം വീട് വെക്കുന്ന കാശ് കൊടുക്കാൻ പറഞ്ഞാൽ മതി. അല്ല ഞാൻ പറയുന്നത്, ഇനി അവരാരും കൊടുത്തിട്ടില്ലെങ്കിൽ പോലും 200 കോടി ഉണ്ടെങ്കിൽ എന്റെ ഞാൻ കണ്ട ഇത് വെച്ച് പറയാണ്, അവിടുത്തെ ബിസിനസ്സുകാർക്ക് വരെ നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഇതെല്ലാം പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരുത്ത വാടക വീട് അന്വേഷിച്ച് പോകുന്നു, മറ്റോ അവിടുന്ന് സ്കൂളുകാരൻ നെഞ്ചത്ത് കൈവയ്ക്കുന്നു, കോളേജുകാരൻ കൈവയ്ക്കുന്നു, ഇവരൊക്കെ ഒന്ന് പോയി കിട്ടിയാൽ വേണമല്ലോ ഈശ്വര അത് തുടങ്ങാന്ന് പറയുന്നത്. അവിടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഇതെല്ലാം അവിടെ ചോദ്യമാണ്. പക്ഷെ സർക്കാർ എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഇനി എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? വയനാട് ഇനി പോയിട്ട് എന്ത് ചെയ്യാനാ പ്ലാൻ? സാർ എനിക്ക് തന്നെയുള്ളൂ, അതായത് വാടക വീട് കിട്ടുന്നവരോട് ഉടനെ എന്നെ ബന്ധപ്പെടാൻ പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ഞാനായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവരോട് അവർക്ക് വേണ്ട എന്തെങ്കിലും, ഇപ്പൊ എല്ലാവരും ഇപ്പോൾ സത്യം പറഞ്ഞാൽ കട്ടില് കിടക്ക അലമാറാന്നൊക്കെ പറയുമ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഒക്കെ ഓരോരുത്തർക്ക് ചെയ്യാൻ പറ്റും. അല്ല ഒരിക്കലും ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഞാൻ അംബാനിയുടെ മോനൊന്നും അല്ലാത്തതുകൊണ്ട് എനിക്ക് പരിമിതികളുണ്ട്. എത്ര വർഷമായി നിങ്ങൾ ഈ സാമൂഹിക പ്രവർത്തനം തുടങ്ങിയിട്ട്? സാർ ഞാൻ ശരിക്കും പറഞ്ഞാൽ മുമ്പ് സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന സമയത്ത് ഞാൻ ചില കുട്ടികളെ പഠിപ്പിക്കുകയോ അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനെപ്പോഴും എനിക്ക് എന്നോട് അച്ഛൻ പറഞ്ഞാണ് നമുക്ക് എന്ത് കിട്ടണ ഒരു പകുതി മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കണം. ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ പറയുന്നത് ഇതിൻ്റെ ലോജിക്ക് എന്താണ്? നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ, ഞാൻ ചെറുപ്പത്തിൽ അച്ഛനോട് ചോദിച്ചു, നമ്മൾ എന്തിനാ മറ്റുള്ളവരെ കൊടുക്കണം? അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, മോനെ ഇപ്പോൾ ഇന്ത്യയിൽ നമുക്ക് എവിടെയും പോകാം, നമുക്ക് മുഖ്യമന്ത്രിനെ തെറി വിളിക്കാം, പ്രധാനമന്ത്രിയുടെ എന്തും പറയാം, അല്ല അങ്ങനെയുള്ളൊരു പൊതുവെ ഒരു ഫ്രീഡം ഉണ്ടല്ലോ. എങ്ങനെ ഇത് കിട്ടി? കുറേ പേര് സ്വാതന്ത്ര്യ സമരത്തിൽ അല്ലേ കഷ്ടപ്പെട്ട് സായിപ്പിനോട് അവരെ ജീവൻ കളഞ്ഞിട്ടാണ് നമുക്ക് ഈ പറയുന്ന എന്തും ആവാന്നുള്ളൊരു ഇതൊക്കെ നമ്മൾ വരുന്നത്. അങ്ങനെയാണ്. അപ്പൊ നമ്മൾ അനുഭവിക്കുന്ന എന്ത് കാര്യവും യഥാർത്ഥത്തിൽ അല്ലേ, നമ്മളിപ്പോൾ അച്ഛൻ ചോദിച്ചു നീ ഒരു എക്സ്റേ എടുക്കാൻ പോയി, എന്താണ് സംഭവിക്കുക? ഞാൻ പറഞ്ഞ എക്സ്റേക്ക് 200 രൂപയാണ് 500 രൂപയാണ് ഞാൻ കൊടുത്തു പോരും. അത് ആ ലാബിന്റെ പൈസയെ കൊടുക്കുന്നുള്ളൂ. ആ എക്സ്റേ കണ്ടുപിടിച്ച ഒരു വ്യക്തിയുണ്ട്, അവരവരുടെ സ്വന്തം ജീവനായിരിക്കും കളഞ്ഞിട്ടുണ്ടാവുക. അത് കണ്ടുപിടിച്ചിട്ട് അവനെന്തെങ്കിലും കിട്ടുന്നുണ്ടോ? നമ്മൾ ഇവിടെ കൊടുക്കുന്ന 500 രൂപ 200 രൂപ കൊടുത്തിട്ട് അയാൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? അതായത് അച്ഛൻ പറഞ്ഞത് നമ്മൾ എന്ത് സാധനം ഉപയോഗിക്കുകയാണ്, നമ്മൾ മൊബൈൽ ആയിക്കോട്ടെ, നിങ്ങൾ ലാപ്ടോപ്പ് ആയിക്കോട്ടെ, നിങ്ങൾ TV ആയിക്കോട്ടെ, നിങ്ങൾ യഥാർത്ഥത്തിൽ കൊടുത്തു എന്ന് പറയുന്ന സാധനം എന്താണ്? ആ കമ്പനികൾക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അത് യഥാർത്ഥത്തിൽ അത് ഉണ്ടാക്കിയവനെ കൊടുക്കണം എന്നുള്ളൊരു നിയമം ഉണ്ടെങ്കിൽ പോലും നമ്മളത് പൈറസിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവൻ കഷ്ടപ്പെട്ടിട്ടുള്ള. ഇപ്പം അച്ഛനോട് പറഞ്ഞു, നമ്മളിപ്പോൾ സാധാരണ ഒരു കമ്പ്യൂട്ടർ ആണെങ്കിൽ അതിൽ MS വേർഡ് ഇതൊക്കെ വരുന്നു. ഇതുപോലും ഒരു CD-യിൽ ഒരുത്തൻ പൈറേറ്റ് ചെയ്ത് തരുന്ന സാധനമാണത്. അല്ലാതെ നമ്മൾ MS വേർഡിന്റെ സോഫ്റ്റ്വെയർ വാങ്ങിച്ചിട്ടാണ് ഈ പൈസയ്ക്ക് നമുക്കായിരിക്കും വാങ്ങിക്കാൻ പറ്റുമോ? ഫോട്ടോഷോപ്പും പ്രീമിയറൊക്കെ. അപ്പൊ അച്ഛൻ പറഞ്ഞ അതൊക്കെ പ്രൊഫഷണലുകാർക്ക് മാത്രമാണ് അവർ വാങ്ങുന്നത്, അവരെ ഗതികേടുകൊണ്ട് അവരെ പിടിക്കുന്നുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്താലും നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ബാക്കിയുള്ളവരുടെ ഒരു കഠിനാധ്വാനമാണ് അറിഞ്ഞോ അറിയാതെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പറയാണ്, ഇപ്പൊ എനിക്ക് എൻ്റെ അച്ഛൻ്റെ അവൻ 3 വീട് കിട്ടി എന്ന് പറയുമ്പോൾ അച്ഛൻ പറയുന്നത്, നിന്റെ അച്ഛനെ വേണമെങ്കിൽ അതെല്ലാം നശിപ്പിക്കാമായിരുന്നു. ഞാനത് ചെയ്യാതെ, ഞാനത് വെള്ളടിയോ പുകവലിയോ ഒന്നും ഇല്ലാതെ എനിക്ക് ഭാര്യയ്ക്കും മക്കൾക്ക് കൊടുക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടാണ്. അതെല്ലാം ഞാൻ ഫുൾ ടൈം മദ്യം കഴിക്കും, എനിക്ക് കുറേ പൈസ വരുന്നുണ്ട്, ഞാൻ ലാവിഷാക്കി കുറേ കടമാക്കി വെച്ച് കഴിഞ്ഞിരുന്നെങ്കിൽ ഇതേ സന്തോഷ് പണ്ഡിറ്റ് വളർന്നു വലുതായി ആദ്യം അച്ഛൻ്റെ കടല്ലേ വിൽക്കേണ്ടി വരിക. അപ്പോൾ അവിടെ അച്ഛനോടും അമ്മയോടും നമുക്ക് അവിടെ ഒരു ബഹുമാനത്തിന്റെ ആവശ്യമുണ്ട്. അല്ല ഞാൻ ഉണ്ടാക്കിയതല്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ലോകത്ത് നമ്മൾ എന്ത് ഉണ്ടാക്കുകയാണെങ്കിലും യഥാർത്ഥത്തിൽ അതിന്റെ പകുതി ഉത്തരവാദിത്വം അവകാശികൾ വേറെ ആരൊക്കെയാണ്. അവർക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇല്ലാത്തവർക്ക് കൊടുക്കുന്നു. എല്ലാത്തിനും കൊടുക്കുന്നു. അപ്പൊ എന്നോട് പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ഒരു മീനാണെങ്കിലും നമ്മൾ പറയുന്നത്, നമ്മളിപ്പോൾ മീൻ വാങ്ങി, നമ്മൾ പറയാം ഞാൻ 200 രൂപയുടെ മത്സ്യം വാങ്ങി. അച്ഛൻ പറയുന്നത് ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ 200 രൂപയുടെ മത്സ്യം വാങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ ആ ഫസ്റ്റ് ഈ മത്സ്യം പിടിച്ച ഒരു മനുഷ്യനുണ്ട്, മുക്കന്മാര് ബാക്കിയുള്ളവർ സംതിങ്, ഇവരെത്രയോ കഷ്ടപ്പെട്ട് പിടിച്ചതിന് അച്ഛൻ പറയാണ് ഈ 200 രൂപയുടെ മത്സ്യത്തിന് പാവം ആ മനുഷ്യന് 10 രൂപ കിട്ടിയിട്ടുണ്ട്, ഈ എക്സാക്റ്റ് അയാൾക്ക് കിട്ടിയത്. ഇതൊക്കെ ഇടനിലക്കാരനെ കിട്ടി നമുക്കിപ്പോൾ അവസാനം തന്ന ആള് എടുത്ത് ചിലപ്പോൾ 150 രൂപയ്ക്ക് കിട്ടിയത് അയാൾക്ക് അയാളെ ഷോപ്പിനൊക്കെ വിലേൻ്റെ ഇത് വരുന്നുണ്ട്, നമുക്ക് 200 തരുന്നു. അപ്പൊ ഈ മത്സ്യം വിറ്റവന്റെ അവസ്ഥ വെറും 10 രൂപ കിട്ടുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതേ എന്നോട് പറഞ്ഞത്, ഈ തക്കാളി നീ നോക്ക്, അല്ലെങ്കിൽ പഴം നോക്ക്, ഇതൊക്കെ യഥാർത്ഥത്തിൽ അത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയവനാണ് ഏറ്റവും കഷ്ടപ്പെട്ടത്. അവന് നമ്മൾ 100 രൂപ കൊടുക്കുമ്പോൾ 10 രൂപ പോലും കിട്ടിയോ എന്നുള്ള സംശയമാണ്. അപ്പൊ അവരോട് കൂടെ ഉള്ള ഒരു ബഹുമാനം കാണിക്കലാണ്, അല്ലാണ്ട് എല്ലാം പുട്ടടിക്കരുത്, പകുതിക്ക് മാത്രമേ നീ അർഹിക്കുന്നുള്ളൂ. അത് സന്തോഷ് പണ്ഡിറ്റ് പ്ലസ് 770 കോടി ജനത പ്ലസ് ഇവിടുത്തെ മൃഗങ്ങൾ പ്ലസ് ഇവിടുത്തെ വൃക്ഷങ്ങൾ, ഇങ്ങനെയാണ് ഒരു കാര്യത്തെ കാണുന്നത്. സന്തോഷ് പണ്ഡിറ്റിന് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അത്ര ഇമ്പോർട്ടൻസ്, അല്ലാണ്ട്
ഞാൻ കോഴിക്കോട്ടുകാരനാണ്. കോഴിക്കോട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞില്ല. ഇന്ത്യയിലെ ജനങ്ങൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞില്ല. ഇവിടുത്തെ മുഴുവൻ ജനങ്ങൾക്കും ഇത്രയും ഇമ്പോർട്ടൻസ് നീ കൊടുത്തിരിക്കണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്ത് കിട്ടിയാലും പകുതി മറ്റുള്ളവർക്ക് കൊടുക്കണം. അപ്പൊ നിങ്ങള് പഠന അല്ല ആ, ജോലി സിനിമയിലേക്ക് വന്നതിന് ശേഷം സ്ഥിരമായിട്ട് ഇങ്ങനെ ചാരിറ്റി ചെയ്യുന്നുണ്ട്. അല്ല സാറേ, അപ്പോൾ കുറച്ചുകൂടി ബെറ്ററായി ചെയ്യാൻ പറ്റും. കാരണം മറ്റേ പിന്നെ പരിമിതികളുണ്ടല്ലോ സാർ. നമുക്കിപ്പോൾ ഒരു ഗവൺമെന്റ് എംപ്ലോയി എന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മളെ PF കട്ടാവുന്നു, അങ്ങനെ പല കുറേ പിടുത്തങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്ക് പിന്നെ പൊതുവെ എനിക്ക് വെള്ളടിയും പോലും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അല്ല അങ്ങനത്തെ ഒരു ശീലമില്ല. അങ്ങനത്തെ ഒരു പരിപാടിയില്ല. നമ്മൾ കൈ ഇങ്ങനെ സിനിമ ഭക്ഷണം എങ്ങനെ നിങ്ങൾ ഇപ്പോഴും ഞാൻ നിങ്ങൾ ആ 10-12 കൊല്ലം മുമ്പ് കണ്ടപ്പോൾ ഇപ്പോഴും ഒരുപോലെ ഇരിക്കുന്നല്ലോ. അപ്പൊ പൊതുവിൽ എന്നോട് എനിക്ക് തോന്നുന്നു എല്ലാവരും പൊതുവിൽ ഞാൻ ഈ ട്രെയിനിലും ബസ്സിലൊക്കെ പോകുമ്പോൾ ജനറലി ജനങ്ങൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം അത്, നിങ്ങൾക്ക് എന്താ ഒരു വ്യത്യാസമില്ല എത്ര കിലോ തൂക്കം ഉണ്ടോ നിങ്ങൾ? സാർ? എനിക്ക് അതൊക്കെ എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു ഇതാണ്. എനിക്ക് അമ്മ പറഞ്ഞ, നമ്മുടെ ഒരു മനുഷ്യന് നമുക്കിപ്പോൾ എന്തെങ്കിലും അസുഖമുണ്ടോ, നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അല്ല അങ്ങനെ ഒരു ഇതിൽ നമുക്ക് ദിവസം പോയിട്ട് ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പറ്റത്തില്ല. ഷുഗർ ഉണ്ടോ പ്രഷർ ഉണ്ടോ അങ്ങനെ നോക്കാൻ പറ്റും. അപ്പം അതിനൊരു എളുപ്പ വഴി അമ്മ പറഞ്ഞതാണ്, നമ്മുടെ ഹൈറ്റ് നമ്മൾ നോക്കുക. -100 ആയിരിക്കണം നമ്മുടെ കിലോ. 100, 105 എവറേജ്. ഇപ്പോൾ എനിക്ക് 165 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ്. അപ്പോൾ എൻ്റെ അമ്മയുടെ ഒരു തിയറി പ്രകാരം എൻ്റെ കിലോ വരേണ്ടത് 60-65 ആയിരിക്കണം. അത് പ്ലസ് ഓർ മൈനസ് ആണ്, 5 അങ്ങോട്ടും ഇങ്ങോട്ടാവും. പിന്നെ നമ്മുടെ പൊക്കിൾക്കൊടി റൗണ്ട് ഇത് ദിവസവും ഞാൻ പിടിക്കും. കാരണം വീട്ടിൽ അളവ് തൂക്കം മെഷീനുണ്ട്. എന്നും ഈ പൊക്കിൾക്കൊടി റൗണ്ട് ഞാൻ അങ്ങനെ പിടിക്കും. അപ്പോൾ ഈ 165 സെൻറ്റിമീറ്ററിൻ്റെ പകുതി ആയിരിക്കണം പൊക്കിൾക്കൊടി റൗണ്ട്. 83 വീണ്ടും പ്ലസ് ഓർ മൈനസ് ഓക്കെ. പിന്നെ BMI, അതായത് നമ്മുടെ കിലോ ബൈ ഹൈറ്റ് സ്ക്വയർ, അതായത് 18 to 24 ഇടയിൽ വരണം. ഇത് മൂന്നും നമുക്ക് തന്നെ നോക്കാവുന്ന സാധനമാണെന്നും ഇത് ദിവസം നോക്കിക്കൊണ്ട് പോകണമെന്ന്. അപ്പോൾ പക്ഷേ ഇത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. പിന്നെ ഒരു കല്യാണ വീട്ടിൽ പോയി നല്ല ഭക്ഷണം കുറച്ചുകൂടി കഴിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടാവും, ഈശ്വര അന്ന് രാത്രി അളന്നു കഴിഞ്ഞാൽ പൊക്കിൾക്കൊടി റൗണ്ട് കിട്ടൂല. അപ്പോൾ ഇത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യും. ഞാൻ പറയുന്നത്, ഞാൻ പലപ്പോഴും കഴിയുന്നത് ഒരു ഫൈബർ കണ്ടന്റ് ഉള്ള ഭക്ഷണം കഴിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ തലേ ദിവസം, ഇപ്പം ഞാനിപ്പോൾ ഇന്ന് വരികയാണെങ്കിലും തലേ ദിവസം നമ്മളൊരു 25 ബദാം അങ്ങനെ കഴിക്കുന്നൊരു നിയമമുണ്ട്, ഒരു വെള്ളത്തിലിട്ടിട്ടേ കഴിക്കാവുന്നു. അപ്പോൾ ഒരു 25 ബദാം വെള്ളത്തിലിട്ട് വയ്ക്കും രാവിലെ. അപ്പോൾ എൻ്റെ രാവിലത്തെ ഭക്ഷണം അങ്ങനെ കഴിക്കാൻ പാടില്ല, നേരെ കഴിക്കരുതെന്ന് പറയാം. ഞാനൊക്കെ അങ്ങനെ പറഞ്ഞു തരുന്നു. നേരെ കഴിക്കരുതെന്ന് പറയുന്നുണ്ട് സാർ. അത് ചെറിയൊരു വിഷാംശം അതിൻ്റെ ഈ ഇതിലുണ്ട്. അത്ര ഹെവി. വെള്ളത്തിലിട്ടിട്ട് കുറച്ച് സമയം, വെള്ളത്തിലിട്ട് 2 മണിക്കൂർ രക്ഷ കഴിക്കാവൂ. 2 ബദാം ഇങ്ങനെ കഴിക്കരുത്. അങ്ങനെ ഞാനൊക്കെ ബദാം കഴിച്ച് ഒരു ഗുണമില്ല. ഞാനിങ്ങനെ ഗുണമില്ല എന്നല്ല സാർ, അതിൽ ചെറിയൊരു ദോഷം അതിൽ വരാനുണ്ട്, ചെറുത്. കാരണം അതിന്റെ കശുവണ്ടിയോ ബദാമോ അല്ല, കശുവണ്ടിയോ ഒക്കെയാണ് ബദാം കഴിക്കരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബദാം ഞാൻ തലേ ദിവസം ഇട്ട് വയ്ക്കും, പിറ്റേ ദിവസം രാവിലെ കഴിക്കും. ഒരു 25 അണ്ടിപ്പരിപ്പ് കഴിക്കും. അതന്നെ റോസ്റ്റഡ് അല്ല, റോസ്റ്റഡ് പരിപാടിയേ ഇല്ല. പിന്നെ നമ്മൾ ഉണക്കമുന്തിരി, ഇതും വെള്ളത്തിലിട്ട് വയ്ക്കും. നല്ല കറുത്ത ഉണക്കമുന്തിരിയൊക്കെ കഴിക്കും. പിന്നെ പിസ്ത, ഒരു 25 പിസ്ത. പിന്നെ നമുക്ക് ഈ കാരക്ക, ഇത്രയാണ്. ഈത്തപ്പഴമാണ്. പിന്നെ ഒരു ആപ്പിൾ. അങ്ങനെയാണ് ഇതാണ് രാവിലത്തെ ഭക്ഷണം. ഉച്ചയ്ക്കോ? പിന്നെ നമ്മൾ ചില ഈ പഞ്ചസാരയില്ല, തേനാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ രാവിലെ നമുക്ക് പാല്, എല്ലാ ദിവസവും പാല് വീട്ടിൽ വരുത്തിക്കും. അപ്പൊ തേനും പാലുമാണ് യൂസ് ചെയ്യുന്നത്. അല്ല, കാപ്പി കുടിക്കത്തില്ല വീട്ടിൽ പരിപാടിയേ ഇല്ല. ഞാൻ പുറത്തു പോകുമ്പോൾ മാത്രമാണ് ഈ ചായ. കാരണം സാർ പുറത്തു പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ്, ട്രെയിനിലൊക്കെ പോകുമ്പോൾ അമ്മ ഒരു ചൂടിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ എനിക്ക് തേൻ അന്വേഷിച്ചെടുക്കാൻ പറ്റും, കിട്ടിയത് കഴിച്ചു പോകുന്നില്ലാണ്ട്. എൻ്റെ വീട്ടിൽ ഈ പരിപാടിയില്ല. വീട്ടിൽ പഞ്ചസാരയില്ല, ഉപ്പ് കാര്യമായിട്ടില്ല, എണ്ണയില്ല, മുളകില്ല. സന്തോഷ് പണ്ഡിറ്റിനെ മൊത്തമായിട്ട് പിഴിഞ്ഞാൽ ഇതൊന്നും നിങ്ങൾക്ക് എൻ്റെ ശരീരത്തിൽ കിട്ടില്ല. കാരണം വീട്ടിലെ നല്ലൊരു ശതമാനം രുചിയില്ല, രുചിയുള്ള ഭക്ഷണം കഴിക്കുന്നില്ല, അങ്ങനെയില്ല. പിന്നെ അങ്ങനെ ഇടയിലുള്ള മനുഷ്യന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. പിന്നെ ആകെപ്പാടെ ഒരു സന്തോഷം അതല്ലേ ഉള്ളൂ. എനിക്ക് എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ മെഡിറ്റേഷൻ ആണ് കണക്കാക്കുന്നത്. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ചെയ്യുന്ന സാർ ബസ്മതി റൈസാണ് കഴിക്കുന്നത്. അതായത് ഞാനിപ്പോൾ പറഞ്ഞ ഒക്കെ തന്നെയും ഫൈബർ കണ്ടന്റ് ഉള്ള ഭക്ഷണമാണ്. ഒരു ദിവസം ഒരു അഡൾട്ടായ ഒരു വ്യക്തി 36 ഗ്രാം ഫൈബർ കണ്ടന്റ് കഴിക്കണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. അപ്പം നമ്മൾ ഈ ബസ്മതി റൈസ്, മഞ്ഞ നിറമുള്ള ബസ്മതി റൈസ്, വെള്ളയല്ല, അതായത് അതിന് 3 ഗ്രാമാണ് ഫൈബർ വരിക. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആപ്പിൾ ആണെങ്കിൽ 6 ഗ്രാമാണ്. ഇപ്പം പറഞ്ഞ എല്ലാ സാധനവും ഫൈബർ കണ്ടന്റാ. അപ്പോൾ ബസ്മതി റൈസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, തലേ ദിവസം ഈ കടല ഇട്ട് വെച്ചിട്ടുണ്ടോ, വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടോ. ബസ്മതി റൈസിൽ കടല, ചെറുപയർ, മമ്പയർ, കറി വെക്കത്തില്ല, ഉലുവ ഇല്ലല്ല, ഉലുവയെല്ലാം ഇടും. പച്ചക്ക് ഇതല്ല സാർ കഴിക്കുന്നത്. ഉലുവയെല്ലാം ഇടും.
നിങ്ങൾ ചോറും കറി രണ്ടാക്കുമ്പോൾ സന്തോഷ് പണ്ഡിറ്റ് രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് ഇത് ഞങ്ങൾ അതേപോലെ വാർത്തെടുക്കും. വാർത്തെടുത്തിട്ട് ഇതെല്ലാം കൂടെ വേവിച്ചെടുക്കും. വേവിച്ചെടുക്കും. ഉം. പക്ഷെ ഓരോന്നിനും ഓരോ വേവ്. എന്തൊക്കെയാ? ഉലുവ, അതായത് കടല, ഫൈബറുള്ള സാധനങ്ങളായി പറയുന്നൊക്കെ. കടല, മമ്പയർ, ചെറുപയർ, ഉലുവകൾ, ഉലുവയിടും. ഉപ്പ്. ഉപ്പില്ല. ഉപ്പിട്ടിടത്തില്ല. പിന്നെ ഇതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പയറും അതേപോലെ ബീൻസും, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ്. പയറൊക്കെ ലാസ്റ്റേ ഇടുള്ളൂ. പയറും ബീൻസൊക്കെ നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ തൈട് കൂടിയും. അപ്പോൾ ഇതിൻ്റെ ഈ കഞ്ഞിവെള്ളം എന്നൊക്കെ പറഞ്ഞാൽ അത്രയും നന്നാവും. കാരണം ഇതിന്ന് വരുന്ന കഞ്ഞിവെള്ളമല്ലേ, ഇത്രയും സാധനങ്ങളല്ലേ. അപ്പോൾ ആ കഞ്ഞിവെള്ളമാണ് കഴിക്കുക. ഞാൻ അല്ലാണ്ട് ഈ ചായ അല്ല കഴിക്കുന്നത്, ഇതിൻ്റെ ഇടയിലുള്ളതൊക്കെ. അപ്പോൾ 1 കിലോ അരി വാങ്ങിച്ചു കഴിഞ്ഞാൽ 10 ദിവസമാണ് എൻ്റെ കണക്ക്. 100 ഗ്രാമാണ് കഴിക്കുക. കാരണം 200 ഗ്രാമിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല അരി എന്നുള്ള ഒരു കണക്കുണ്ട്. അതുകൊണ്ട് 100 ഗ്രാമാണ് കഴിക്കുന്നത്. കേൾക്കുന്നുണ്ടോ നീ ഇതൊക്കെ? അപ്പൊ 100 ഗ്രാം ഇതെങ്ങനെ ഇനിയിപ്പോ ഭക്ഷണത്തിലേക്ക് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പശുനെയ്യ് യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ തൊടുന്ന പരിപാടി, വെളിച്ചെണ്ണ യൂസ് ചെയ്യില്ല. അപ്പൊ ഇതിൽ പശുനെയ്യ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ കാരക്കയുടെ അച്ചാർ, അപ്പൊ പശുനെയ്യ് കാരക്കയുടെ അച്ചാറും കൂടെ കൂട്ടി, പിന്നെ ഇതുണ്ട് ക്യാരറ്റ്, ബീട്രൂട്ട്, അങ്ങനെയുള്ള സാധനങ്ങളും കൂടെ. ക്യാരറ്റൊക്കെ ലൈവിലിയാണ് കഴിക്കുന്നത്. അതായത് ഈ വേവിച്ച ഭക്ഷണം വളരെ കുറവാണ് ഞാൻ കഴിക്കുന്നത്. രാത്രി ഓട്സിന്റെ കഞ്ഞി, ഇതാണ് ഭക്ഷണം. ഇതിന്റെ ഇടയിലൊക്കെ കഴിക്കുന്നത് നിങ്ങൾ. അപ്പൊ ഇറച്ചി, മീൻ ഇതൊന്നും ഇല്ല വീട്ടിലില്ല, പുറത്തു പോകുമ്പോൾ മാത്രമേ ഉള്ളൂ. അതിന് വളരെ ചെറിയൊരു അളവിൽ വരും. ജനറലി എൻ്റെ വീട്ടിൽ പരിപാടി ചായ പോലും ഇല്ല. ഈ തേനും പാലുമാണ് 2 നേരം. അപ്പൊ രുചിയുള്ള ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലമില്ല. നമുക്കൊന്നും പറ്റിയ ആളല്ല നിങ്ങള്. നമ്മൾ രുചിക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന കൂട്ടത്തിലാണ്. ഞാൻ എനിക്ക് മെയിൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ നിങ്ങൾ ഈ പരിപാടി കാണുന്ന ഒരാള്, ഞാൻ ചോദിക്കും, നിങ്ങളിപ്പോ ഒരു മരുന്ന് കഴിക്കുന്നത് എങ്ങനെയായിരിക്കും? ഈ ലോകത്തെ ഏതൊരു മനുഷ്യനും മരുന്ന് കഴിക്കുന്ന ഒരു ഇഷ്ടമല്ലാതില്ലേ കഴിക്കണം, അത് എന്ത് മരുന്നായിക്കോട്ടെ. ഇതേപോലെ സന്തോഷം വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കുന്നു. എനിക്ക് സത്യം പറഞ്ഞ ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ ഒരു ഗതികേട് കൊണ്ടോ, എനിക്ക് ശരീരം നിലനിൽക്കണമല്ലോ എന്നുള്ളത് കൊണ്ടാണ് കഴിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ പിന്നീട് ജോലി ചെയ്തൊരു സമയത്ത് ഉണ്ടായ ഒരു അനുഭവമാണ്. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഓരോ ക്ലാസ് ഉണ്ടാവും, പുതിയ പുതിയ സംവിധാനങ്ങളൊക്കെ പറഞ്ഞു തരിക എന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങളെ സാർ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളായിരിക്കും. കാരണം അവിടെ ബ്രിഡ്ജിൻ്റെ വർക്ക്, ഇവിടെ ഇതിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ രാവിലെ മുതൽ ഞായറാഴ്ച അടക്കം പോണ്ടി വരും. പക്ഷേ ഈ ഒരു ക്ലാസ് ഇടയ്ക്ക് ചിലപ്പോൾ ആന്ധ്രയിൽ വെച്ചിട്ടായിരിക്കും, ഇടയ്ക്ക് മഹാരാഷ്ട്രയിൽ വ്യത്യസ്ത പല മറ്റുള്ള ഡാമും സൈറ്റും മറ്റേ ബ്രിഡ്ജൊക്കെ കാണിച്ചൊക്കെ തരും. അപ്പോൾ ഈ 10 ദിവസം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ കുറച്ചൊരു റിലാക്സ് ചെയ്യാൻ പറ്റുന്ന സമയമാണ്. അവിടെ 10 മുതൽ 5 മണി വരെ, ഉച്ച വരെ ഇയാളെ കുറേ ലെക്ചർ ഇങ്ങനെ കേൾക്കാം. പുതിയ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങളെ കുറേ സ്ഥലം കാണിച്ചു തരും. ഞങ്ങൾക്കൊരു ജോളി ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പുതിയതായിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കട്ടോ, പുതിയ പുതിയ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പരിചയപ്പെടും. അപ്പോൾ ഇതേപോലെ പോകുമ്പോൾ ഞങ്ങൾ 2 പേർക്ക് 1 രൂപ അവിടെ കൊടുക്കുക. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്ക്, അല്ല അയാൾ വേറെ ഏതോ ഒരു സ്ഥലത്ത് നിന്ന് വരുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താ പേര്? സന്തോഷ് പണ്ഡിറ്റ്. ശരി. അപ്പോൾ ഇയാൾ ആദ്യ ദിവസം മുതൽ ഇയാൾ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുകയാണ്. കാരണം അവിടെ പോയപ്പോൾ ഞാൻ പറഞ്ഞു, അന്ന് ഞാൻ പുറത്തും പക്ക വിജയാണ്. ചെറുപ്പത്തിൽ ഞാൻ പക്ക വിജയായിരുന്നു. ഞാൻ വേണമെങ്കിൽ നോട് കഴിക്കുന്നതായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ അവിടെ നല്ല ഭക്ഷണമാണ്, ഇറച്ചിയുണ്ട്, മീനുണ്ട്. ഞാൻ പറയും, മേഡം എനിക്ക് പച്ചക്കറി മതി എന്ന് പറഞ്ഞപ്പോൾ, ഇതിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ. പാസ്റ്റർ തന്നെ, സാർ ഇതിൻ്റെ കൂടിക്കഴിക്കാൻ ഒരു കറി, ഒരു ലോക്കൽ കറി, അതെങ്കിലും അത് നിങ്ങൾ മോരെങ്കിൽ ചെറിയ അടുത്ത് നിന്നാണ് വായിക്കിട്ടോ. അപ്പോൾ ഇവ ഇങ്ങനെ നോക്കി, ഇപ്പം പറഞ്ഞു, സന്തോഷം, ഒരു ഐഡിയ ഉണ്ട്. നീ എന്തിനാടാ വെജിയാ, നിനക്ക് ഏതായാലും എക്സ്ട്രാ ഒന്നും കിട്ടാനില്ലല്ലോ, നീ നോൺ വെജിയാന്ന് പറഞ്ഞിട്ട് എനിക്കിതാന്ന് പറയും. അപ്പം ഞാൻ എന്ത് ചെയ്യും, പിന്നെ വന്ന് നോൺ വെജിയാന്ന് പറഞ്ഞിട്ട്, അപ്പം ഇവനെ 2 ബീഫ് ഫ്രൈ, 2 ആഗോലി ഇങ്ങനെ. അപ്പം എല്ലാവരും പറയടാ, നീ എന്ത് ഭക്ഷണമാടാ കഴിക്കുന്നത്? ഓ, ഇങ്ങനെ ഒരു കൂട്ടുകാരനെ കിട്ടിയ സുഖമല്ലേ എന്ന് പറഞ്ഞു. പക്ഷേ ഈ ഓരോ ദിവസം കഴിയുമ്പോൾ ഇവരെ ഭക്ഷണമേ എനിക്ക് ഒരു രീതിയിലും ശരിയാവാതാവുന്നു. ഞാനെന്ത് പുറത്ത് പോയിട്ട് ബദാം, പിസ്ത എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഷോപ്പിൽ, ഞങ്ങൾ പോകുന്നതിനിടയിൽ കൂടെ ഷോപ്പിൽ നിന്ന് ഇതിങ്ങനെ വാങ്ങിക്കും. അങ്ങനെ ഈ 10 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും ഒരു ഫീഡ്ബാക്ക് എടുക്കാറുണ്ട്. ഇപ്പം എൻ്റെ സിനിമയിലാണെങ്കിൽ നിങ്ങൾ വന്ന് ഒരു 15 ദിവസം അഭിനയിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലൊന്നും ഞാൻ ഫീഡ്ബാക്ക് ചോദിക്കില്ല. ലാസ്റ്റ് നിങ്ങൾ പോകുമ്പോൾ ഞങ്ങളോട് ചോദിക്കും, അത് നടിമാരോടൊക്കെ ചോദിക്കും, മോളെ എങ്ങനെ ഉണ്ടായിരുന്നു. ഇതേപോലെ ഞാൻ പഠിക്കുന്ന സമയത്തായാലും +1 +2 ഒക്കെ കഴിഞ്ഞ് ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരോട് ചോദിക്കട്ടെ, എടാ എന്നെക്കുറിച്ച് എന്താ അഭിപ്രായം. അതിൻ്റെ ഇടയിൽ ചോദിച്ചാൽ അവർക്കൊരു ഇതുണ്ടാവും, ഇവനോട് ചോദിച്ചിട്ട് നാളെ ഇവനെ കാണണ്ടല്ലേ, അവർ നെഗറ്റീവായി പറയണമെങ്കിൽ. ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴൊക്കെ ഞാൻ ഫീഡ്ബാക്ക് എടുക്കാറ്. അപ്പോൾ ഇവനോട് ഞാൻ ഇതേപോലെ എൻ്റെ പതിവ് സ്വഭാവം വെച്ചിട്ട്, കൂട്ടുകാരായ എങ്ങനെ ഉണ്ടായിരുന്നു ഈ സന്തോഷ് പണ്ഡിറ്റ്. സന്തോഷത്തെ തെറ്റിദ്ധരിക്കരുത്, ഒരേ ഒരു ചോദ്യം നിന്റെ പരിചയപ്പെട്ടത് മുതൽ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചാണ്, നീ എങ്ങനെയാണ് എപ്പോഴും ജീവിച്ചിരിക്കുന്നത്. എന്നോട് പറഞ്ഞു, ഒരു യുവാവ് കഴിക്കുന്ന ഭക്ഷണമാണോ ഇത്? കാരണം അവിടുത്തെ ഭക്ഷണം ഞാൻ കഴിക്കുന്നില്ല എന്ന് ഇവൻ കാണുന്നുണ്ട്. അവിടെയൊക്കെ കഴിക്കുമ്പോൾ ഈ ചോറ് കഴിച്ചാൽ മതി. കാരണം എൻ്റെ തിയറി പ്രകാരം 100 ഗ്രാം ഒക്കെ ആണല്ലോ. അപ്പോൾ ഇവർ കുറേ ചോറ് തരും. ഞാൻ ഒരു മേഡം ഇത്തിരി മതി എന്നൊക്കെ പറഞ്ഞാൽ ഇത്തിരി ചോറൊക്കെ കഴിക്കും. അപ്പോൾ ഇതെങ്ങനെ
ഇത് മതി. അപ്പൊ ഇവന്റെ മനസ്സിലുണ്ട്, ചേട്ടാ ഈ ഭക്ഷണം കഴിച്ച് ഒരു യുവാവ് എങ്ങനെയാടാ ജീവിച്ചിരിക്കുന്നത്? അപ്പൊ അല്ല, ഈ എന്റെ ചോദ്യം, ഇതൊക്കെ എങ്ങനെയാ ഈ ശീലം ഉണ്ടായത് എങ്ങനെയാ? അല്ല ഞാൻ പറയുന്നത്, ഈ ഒരു തോട്ടാണ് കൂടുതൽ നമ്മൾ ഈ ചിന്ത കൂടുതലാക്കി വരുത്തിയത്. അതായത് നമ്മുടെ ഹൈറ്റ് മൈനസ് 100 ആയിരിക്കണം നമ്മുടെ കിലോ എന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് വയറ് കൂടുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാവും. ദിവസം അളക്കുന്ന വ്യക്തിയാണെങ്കിലാണ് ഞാൻ പറയുന്നത്. ഞാൻ ആൾക്കാരില്ല അല്ല ഞാൻ ഒരിക്കലും. പറയുന്നത്, അല്ല അളക്കുന്നവരെ ഇപ്പൊ എനിക്കിപ്പോ ഇന്നിപ്പോ ഞാൻ കഴിക്കുന്ന ഓരോ ഫുഡിലും എനിക്ക് ഈ പ്രശ്നമുണ്ട്. അതായത് 36 ഗ്രാം ഫൈബർ എൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ വീട്ടിലിപ്പോ ഞാൻ അതുകൊണ്ട് സാർ നന്ന രാവിലെ ഇറങ്ങുകയാണെങ്കിൽ പോലും വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഇപ്പൊ എല്ലാം എടുത്തിട്ട് ഇപ്പോഴും എൻ്റെ അടുത്ത് അണ്ടിപ്പരിപ്പ് ഇതൊക്കെ ആയിട്ട് തന്നെ നടക്കില്ല. മുമ്പൊക്കെ ഞാൻ പിന്നെ പുറത്തും വാങ്ങല, ഞാൻ വിചാരിക്കും കാരണം പലപ്പോഴും പറ്റുന്നില്ല. അപ്പൊ പുറത്തുള്ള മനുഷ്യന്മാർ പലപ്പോഴും 3 ഗ്രാം പോലും വരുന്നില്ല. നിങ്ങൾ കഴിക്കുന്ന പൊന്നി ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങൾ 0.3 ആണ് നിങ്ങൾ കഴിക്കുന്ന ഫൈബർ കണ്ടന്റ് ആണ്. സാർ ഈ ഫൈബർ അല്ലാതെ നാരടങ്ങിയതല്ലാത്ത ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് രോഗപ്രതിരോധ ശേഷി കുറയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കൊറോണ പീരീഡിൽ ഒരു എക്സാമ്പിൾ പറയാം. ഒരുവിധം എല്ലാ ദിവസവും സാർ എൻ്റെ ഫേസ്ബുക്കിലൊക്കെ എപ്പോഴും പണ്ടത്തെ വീഡിയോസ് കിടക്കുന്നുണ്ട്. ഈ ടി വി ആയിട്ടും ഓരോ മേഖലയിലേക്ക് ടി വി മൊബൈലിൽ നിന്നുണ്ട്. അപ്പോൾ എന്നോട് അടുത്ത വീട്ടിലെ ആൾക്കാരൊക്കെ ചോദിച്ചു, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സന്തോഷ് സാറേ കൊറോണ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു രോഗം വന്നിട്ടുണ്ട്, നിങ്ങളിങ്ങനെ പുറത്തിറങ്ങി നടക്കല്ലേ എന്ന്. ഞാൻ പറഞ്ഞല്ല, എനിക്ക് ഓപ്ഷൻ ഉണ്ട്, വാങ്ങുന്നതിന് ഓപ്ഷൻ ഉണ്ടല്ലോ, ആ കുട്ടികളെ ബുദ്ധിമുട്ടുണ്ടാച്ചിട്ട് ഞാൻ പോയതാ. ആ കൊറോണ പീരീഡിൽ ഫസ്റ്റത്തെ ലോക്ക്ഡൗൺ മാറ്റി നിർത്തിയാൽ പിറ്റേ ദിവസം മുതൽ എല്ലാ ദിവസവും സന്തോഷ് പണ്ഡിറ്റ് പുറത്താണ്. സന്തോഷ് പണ്ഡിറ്റിന് ഒരു കൊറോണയും വന്നിട്ടില്ല. വീട്ടിൽ തന്നെ ഇരുന്ന് എന്നെ ഉപദേശിച്ച പല ആളുകൾക്കും 2 തവണ കൊറോണ വന്നിട്ടുണ്ട്. വൈകുന്നേരത്തെ ഫുഡ് എന്താ? വൈകുന്നേരം നമ്മൾ ഓട്സിന്റെ കഞ്ഞി. ഓട്സ്. സാർ അപ്പം എന്താ വെച്ചാൽ ഒരു മനുഷ്യൻ ഒരു ദിവസം 2 ലിറ്റർ വെള്ളം കുടിക്കണം എന്നുള്ള തിയറി കറക്റ്റ് ആയിരിക്കും. ഞാൻ ഈ പറഞ്ഞത് എന്തെങ്കിലും വെച്ചിട്ട്, കാരണം ഓട്സിന്റെ കഞ്ഞിയിൽ എപ്പോഴും 1 ലിറ്റർ വെള്ളത്തിനാണ് ഓട്സിന്റെ കഞ്ഞി വരുന്നത്. ശർക്കര അല്ലെങ്കിൽ നമ്മൾ കരിപ്പട്ടി ചക്കര യൂസ് ചെയ്യുന്നത്, പഞ്ചസാരയില്ല. അപ്പോൾ ഇതും വരും. അപ്പോൾ ഈ 2 ലിറ്റർ വെള്ളം എങ്ങനെ പോലും സുഖമായിട്ട് വരും. പക്ഷെ സാധാരണ മനുഷ്യന്മാരെ 2 ലിറ്റർ വെള്ളം എന്ന് പറയുന്നത് ഒരിക്കലും അവരുടെ ശരീരത്തിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് എത്ര വയസ്സായി? വയസ്സ് ചോദിക്കരുത്, ചോദിക്കാൻ മാനം പാടില്ല. കാണിക്കരുത്. എത്ര തൂക്കമുണ്ട്? തൂക്കം എത്രയായി? തൂക്കം എത്ര? തൂക്കം 65. അല്ല ഇപ്പൊ 62. 62. 62, 65 നിൽക്കും. ആകെ ഇതിലൊരു വ്യത്യാസം വന്നത്, ഞാൻ ഉരുക്ക് സതീശൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഡബിൾ റോളാണ്. ഒന്ന് മെലിയനും ഒന്ന് തടിയനുമാണ്. സത്യം പറഞ്ഞ ഏതെങ്കിലും ഒരു വലിയ നടനെ വെച്ച് സിനിമ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. നമ്മളതിൽ അതിന് പൈസ ഇല്ലാത്തതുകൊണ്ട്, കാരണം ഒരു സീനിയറായ നടനെ പറ്റുന്ന ഒരു റോളായിരുന്നു ഈ ഉരുക്ക് സതീശൻ. നിന്നെപ്പോലത്തെ ഒരു ഞങ്ങൾക്ക് പറ്റിയ റോളൊന്നല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, നമ്മളെന്നെ ചെയ്യാം. അപ്പൊ എൻ്റെ ക്യാമറമാനെയൊക്കെ വിളിച്ചു, സന്തോഷ് സാറേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരു 10 ദിവസം വർക്ക് കഴിഞ്ഞു. ഇനി 3 മാസത്തേക്ക് വർക്കില്ല. സാർ എന്ത് പറ്റി? സാറിന് സാമ്പത്തിക പ്രശ്നമല്ലോ? സാമ്പത്തിക പ്രശ്നമൊന്നുമില്ല, ചെറിയ പ്രശ്നമുണ്ടല്ലോ. പിന്നെ എൻ്റെ ടാസ്ക്കാണ്. അപ്പോഴാണ് ഒരു ടിപ്പിക്കൽ മലയാളി കഴിക്കുന്ന ഭക്ഷണം ഞാൻ കഴിക്കാൻ തുടങ്ങിയത്. കാരണം ഓട്സ് ഒന്നും കഴിച്ചാൽ നിങ്ങൾ ഒരിക്കലും തടിക്കൂല, നിങ്ങളുടെ തടി കുറയ്ക്കാൻ അറിയാലോ. അതേപോലെ ഈ നമ്മൾ എന്താണ് 2 നേരം പിന്നെ ചോറ് കഴിക്കാൻ തുടങ്ങി. എണ്ണപ്പലഹാരം, കക്കിരി എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ, അത് സാധാരണ ഇതൊന്നും ഞാൻ പിന്നെ യൂസ് ചെയ്യാതായി. പിന്നെ ഇതൊക്കെ അപ്പൊ എത്ര തൂക്കം കൂടി 3 മാസം കൊണ്ട്? അങ്ങനെ 77 കിലോ ആയി. എല്ലാ ദിവസത്തോളം. ശരി, 3 മാസം കഴിഞ്ഞു. ക്യാമറമാൻ സന്തോഷ് സാർ നമുക്ക് തുടങ്ങല്ലേ, നിങ്ങൾ ഇങ്ങനെയായെന്ന് വെച്ചിട്ട്. അപ്പൊ ഞാൻ തലയൊക്കെ മുട്ടടിച്ച്, ഡബിൾ റോളാ. ഞാൻ അന്ന് പറഞ്ഞില്ലേ ഡബിൾ റോളാ, നല്ല ഡബിൾ റോളാന്ന് പറഞ്ഞിരുന്നു. ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ മാറും ഭഗവാനെന്ന് വെച്ചു. കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. അവസാനം ട്രെയിനിൽ പോകുമ്പോൾ ഇപ്പോഴും ഓർമ്മയിട്ട് ഒരാൾ എൻ്റെ കവിൾ ഇങ്ങനെ പിടിച്ചു നോക്കിയിരുന്നു, നിങ്ങൾക്ക് ഇത്ര കവിളുണ്ടോ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ അത് എനിക്ക് ഇത്ര കവിളൊന്നുമില്ല, ഈ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഈ 77 കിലോ ആയ ഞാനാണ്. സാറിന് ഇപ്പോഴും ആ വീഡിയോ സാർ സമയം കിട്ടിയാൽ എൻ്റെ ഉരുക്ക് സതീശൻ എന്ന് പറഞ്ഞ എൻ്റെ സ്റ്റില്ല് കാണണം. പ്രത്യേകിച്ച് ഒട്ടയടിച്ചു വരുന്നപ്പോൾ നല്ല കുറച്ചുകൂടെ ഭയങ്കര സൈസ് അല്ലെങ്കിൽ, പക്ഷേ 77 കിലോ ആണ് വരുന്നത്. 60-ൽ നിന്ന് 77 ആക്കി. പിന്നെ ഞാൻ വീണ്ടും ഇതിലേക്ക് അങ്ങ് കുറയ്ക്കാൻ നോക്കിയപ്പോഴാണ് പണി, എങ്ങനെയാലും കുറയുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം ഇപ്പോഴും എനിക്കുണ്ട്.